സ്വലാത്തൊന്ന് ചൊന്നോണ്ടിക്കണം. മുത്തുനബി എന്ന് കാലി മുഹമ്മദ് മുസ്തഫ കേൾക്കുമ്പോൾ മാത്രമല്ല സ്വലാത്ത്, മുത്തുനബിക്ക് ബന്ധപ്പെട്ട ഏത് പേര് കേട്ടാലും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനക്ക് ഒരു മുഅ്മിനെ സംബന്ധിച്ചോടത്തോളം മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാട്ട് മുന്നോട്ട് പോണത് സാധ്യല്ല. കാരണം അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട സാമ്രാട്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഈ കൂടൽ നീ സ്വീകരിക്കണം റഹ്മാനെ. പരിശുദ്ധ മദീനയുടെ റൗള ശരീഫിൽ അന്തി ഉറങ്ങുന്ന ലോകത്തിൻ്റെ കാരുണ്യവാനായ 1 കോടി മുസൽമാന്റെ ഹൃദയം കീഴടക്കിയ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമെത്തിയ മജ്ലിസാക്കണം അല്ലാഹ്. അപ്പം മുത്തുനബിയോടുള്ള ആ ഒരു സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ വന്നു ഇണ്ടത്തെ ഇണ്ട് സുബൈക്ക് എഞ്ചത് മുതൽക്കുള്ള ഒരു ഡയറി, ഞങ്ങൾ ഇണ്ടത്തെ ദിവസത്തെ ഒരു പ്രവർത്തനങ്ങൾ മുത്തുനബിയുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ഉണ്ടു എന്ന് ഒരു നാം ഒന്ന് എന്താക്കാം, നമ്മുടെ ശരീരത്തിനോട് ഒരു ഹിസാബ്, ഒരു വിചാരണ എടുക്കാം. റെഡിയല്ലേ? നാണ് കേക്കിട നിങ്ങൾ ആക്കിടെങ്കിൽ ആക്കിര, ചൊന്നരെങ്കിൽ ചൊന്നര, ഇല്ലെങ്കിൽ ഇല്ല, ബേജാറില്ല. ഇനി മുതൽ തപ്പില്ലെങ്കിൽ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും അസാർത്തിൽ വേണം. ചമ്മനാരെന്ത് ചൊല്ലകോല്ല, എല്ലാവർക്കും ചലിയുണ്ട്. ചൊല്ലുടെ നക്ക് പിന്നെ മഞ്ഞ് പോലല്ല, എനിക്ക് മഞ്ഞ് പോടും. അപ്പോൾ വേഗ നാണ് കേക്കടേക്കല്ല ഉത്തര ചൊല്ലണം. ലാസ്റ്റ് തോലെ കേൾക്കല്ല, ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. നിങ്ങൾ ഉറങ്ങാട്ടിക്കൊക്കെ വേണ്ടിയിട്ട് ചലിയാൻ പറ്റുവാനുണ്ടാവല്ലേ. എന്നാൽ ഓരോരുത്തർക്കും മുത്തുനബിയോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറെ ഇഷ്ടം ആരട്ടാണ്ട് കേട്ടാൽ ഞങ്ങളെ മറുപടി മുത്തുനബി ഇട്ടാണ്ടായിട്ടിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഏത് കിരാടിട്ട കേട്ടെങ്കും ഏത് ആൽമാരിട്ട കേട്ടാലും റപ്പ് കിട്ടണമെങ്കിൽ എന്ത് സ്പോട്ടിൽ കിട്ടണമെങ്കിൽ ഉത്തര ഹബീബായ മുത്തുനബി. എന്നാൽ എൻ്റെ പിരസത്തെ മലായി പൊട്ടുള്ളേ, എൻ്റെ പിരസത്തെ 300 ഈ മുഅ്മിനീങ്ങളോട് ചോദിക്കട്ട, ഇണ്ട് സുബൈക്ക് എണിക്കുമ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നാറല്ലേ ജാവുക എല്ലാവരും, ഇണ്ട് സുബൈക്ക് വറങ്ങിയിട്ട് എണിക്കുമ്പോൾ ജാവുക കിടന്നങ്ങണിങ്ങ എങ്ങനെയാണ്ട് നാണ് കേൾക്കില്ല. ഇണ്ട് ജാവുക വേണമെങ്കിൽ അതൊക്കെ തയ്യാറാവാം. ഇന്നലെ ജാവുക കിടന്ന നിന്റെ പിരസത്തെ മുഅ്മിനായ യുവാക്കളെ, ബാലക്കാര, നിന്റെ പിരസത്തെ ഉമ്മ, നിന്റെ സഹോദരിമാരെ, ഇന്നലെ ജാവുക കിടന്ന് നിങ്ങ സുബൈക്ക് എണിക്കുമ്പോ ബലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞെണിച്ചിട്ട് അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, പടച്ച റബ്ബുൽ ഇസ്സത്തായ അല്ലാഹ്, നാണിതാ പറഞ്ഞിട്ട് എണിച്ചോണ്ടുള്ള റഹ്മാനായ റബ്ബേ, നാണ് മരിച്ച നിലക്കാണ് എൻ്റെ ജാവുകണാണിന്നത്. നാണ് മരിച്ചതുപോലെ നാണ് ഇന്ന് റബ്ബേ. നന്റെ റൂഹ് ഏതേതോ റായത്ത് കാണ് പോയിട്ട് തിരിച്ചു വന്നത്. നന്റെ റൂഹുടെ നീന് പിടിച്ചില്ല, രണ്ടാമതും നന്റെ റൂഹുണക്ക് നീന് തിരിച്ചു തന്നല്ല അല്ലാ. അതുകൊണ്ട് അല്ലാ അൽഹംദുലില്ലാഹ്. ആരാണ് മുഅ്മിനീങ്ങളെ ഈ ഒരു ദിക്റ് ചൊന്നത്? എണിക്കുമ്പത്തേക്ക് മറക്കാണ്ട് ഈ ഒരു ദിക്റ് ചൊന്നിട്ട് വലത്തെ ഭാഗത്ത് കെണിട്ട് മുഖം കൽകിട്ട് പല്ലെല്ലാം തേച്ചിട്ട് ഉളു ആക്കിയിട്ട് 2 റക്അത്ത് അല്ലാഹുക്ക് വേണ്ടിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ച മുഅ്മിനീങ്ങളാണോ ഈ കൂട്ടത്തിലുള്ളത്? അല്ലാഹുടെ സ്മരിച്ചിട്ട് കണ്ണിട തണ്ണി ഒലിക്കിയിട്ട് അല്ലാഹുവിന്റെ കൈകളെ ഉയർത്തി ദുആറുന്ന കൈകളാണോ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? എന്നാൽ ബിമഹബ്ബത്തി റസൂലില്ലാഹ്, അതാണ് മുത്തുനബിയോടുള്ള വിരസം, അതാണ് മുത്തുനബിട്ടണങ്ങുള്ള ആത്മാർത്ഥമായ സ്നേഹം,
അതാണ് നാണ് മുത്തുനബിരെ ഇഷ്ടപ്പെച്ചോണ്ടുള്ള ചൊല്ലൈക്കുള്ള തെളിവ്. അതല്ലാണ്ട് തിങ്ങൾ കൊർക്കമാ വാർത്ത കൊർക്കമാ നടക്കടെ സ്വലാത്ത് മജ്ലിസ് വന്നിട്ട് ആ സ്വലാത്തിൽ തെച്ചിട്ട് പോയത് കൊണ്ട് ഒരു മുഹിബാണ്, ഒരു ആഷിഖാണ്, മുത്തുനബിയുടെ പിരിസബക്കടെ ആളാണിട്ട് ചൊല്ലുക സാധ്യയില്ല. കാരണം എന്തേ? മുത്തുനബിയുടെ ഒരുപാട് ചര്യകൾ, ഒരുപാട് സുന്നത്തുങ്ങ ഞങ്ങൾ സുബൈക്ക് എണിച്ചിട്ട് ജാവുക കിടക്കിടവിടെ തോലും ഒരുപാട് സുന്നത്തുണ്ടു. ഈ സുന്നത്തിറ എടുക്കുമ്പാണ് മുഅ്മിനെ നാണും നീനും മുഹിബ്ബു റസൂലില്ല. മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളാവുടേത്, മുത്തുനബിയുടെ ആശിക്കീങ്ങളാവുടേത്, അവിടുത്തെ തിരുനോട്ടം കിട്ടണായ ആലമാറാവുടേത്. ആരാണുള്ളത്? കൈവൈത്തറിട്ടുണ്ടാ ചൊല്ലല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഏസിക്കായിട്ട് പോയെങ്ക. അതുകൊണ്ട് ഇപ്പോൾ ദൃഢനിശ്ചയം ഈ ദിക്ർ ഗൊന്തില്ലാത്ത ആരെങ്കിലും ഉണ്ടാ? ആറില്ല. ഞങ്ങളെ തുടക്കമേ മുത്തുനബിയുടെ സ്മരിക്കാണ്ടുള്ള ഒരു തുടക്കമാണ്. ഞങ്ങളെ ഓപ്പണിംഗ് ഡേ മുത്തുനബിയുടെ ചിന്തിക്കാണ്ട്, മുത്തുനബിയെ നെണപ്പാക്കാണ്ടുള്ള ഒരു ഡേ ആണ്. എവിടെ ബർക്കത്തുണ്ടാവും? ഇവിടെ ഉണ്ടാവണം, ഹൃദയത്തിലുണ്ടാവണം നിന്റെ മഹബത്ത്. ബായിലുണ്ടായിട്ട് കാര്യമില്ല. നീന് പിരിസബെക്കട ഒരു പെണ്ണ്, പെങ്ങളാ നീന് പിരിസബെക്കട ഒരു ആണ്, ಅವನು ಏದು ಪಾದ್ರಿ ಜಾವಗು ಬಿಲ್ಚೆಂಗು ಅವನ ಕಾಲ್ ಅಟೆಂಡ್ ಹಾಕೋಗು, ಅವನಿಗೂ ಮೆಸೇಜ್ ಹಾಕೋಗು, ನಂಗೆ ರೆಡಿ ഇല്ലേ? എന്നാല് കേക്കട്ട, മുത്തുനബിക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുക ഒരു പാതിരി ജാവുകു നിന്റെ ബിൽച്ചെണ്ടായെങ്കിൽ നീന് റെഡിയുള്ളേ മുഅ്മിനെ, നീന് റെഡിയുള്ളേ മുഅ്മിനെ. സ്വലാത്ത് മജ്ലിസിക്ക് വരുമ്പോ ആളുമാർ ബിലിക്കിറങ്ങത്തെ പരിസ്ഥിതി ഉണ്ടാവുക തീരാ. പള്ളിയിൽ സ്വലാത്ത് മജ്ലിസാണ്, നിങ്ങൾ ബറു അങ്ങനെ ആവുകല്ല, നാണ് പോണം. ഇതിന്റെ രാജാവായ മദീനയുടെ രാജകുമാരനായ മുത്തുനബിക്ക് വേണ്ടിയിട്ടുള്ള, മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുള്ള മജ്ലിസ്, ആ മജ്ലിസിൽ ഹാജിറാവുടത്, ആ മജ്ലിസിൽ നന്റെ ഒരു പേരുണ്ടാവുടത് നന്റെ അത്യാവശ്യമാണ്. കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ ആവശ്യമല്ല, കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ ആവശ്യമല്ല, കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ആവശ്യമല്ല, നന്റെ ആവശ്യമാണ്. മുത്തുനബിയുടെ സ്മരിക്കട മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നത് നന്റെ ആവശ്യമാണ്. കാരണം മുത്തുനബി വേണ്ടത് നക്കാണ്, മുത്തുനബിയുടെ പിരിസം വേണ്ടത് എനക്കാണ്. മുത്തുനബിയുടെ പിരിസത്തുക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കുകയും ഞങ്ങൾ റെഡിയാവണോ? റെഡിയുള്ളാറാ? മുത്തുനബിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പാട് സഹിക്കുക റെഡിയുള്ളാറാ? എത്ര ഉള്ളാറൊന്ന് കൈവയ്ത്തോളൂ. പേടിക്കണ്ട, നിങ്ങൾ ഞാൻ കടത്തില്ല, ഇപ്പം ഞാൻ കടത്തില്ല, കേട്ടേ മാത്രം ധൈര്യത്ത് വൈത്തോളൂ. അൽഹംദുലില്ലാ. ആയെങ്കും കൊരിയാൽമാർക്ക് പേടി, നീ എന്തിനു ചെന്നിട്ടങ്ങനെ എവിടെ കടത്തറ എന്താ പഠിച്ചവനാന്ന് കടത്തൂല. കാരണം മുത്തുനബി മദീനയിലാണ്. ഏതായാലും പാസ്പോർട്ട് ഉള്ളെങ്കിൽ എല്ലാവരും ഉള്ളാറ് ചൊല്ല ധൈര്യം കൂടെ ഇല്ല. ഏതായാലും ഇരിക്കട്ടെ, മുത്തുനബിക്ക് ഏത് ത്യാഗത്തും റെഡി ചെന്നിട്ട് കൊരിയാൽമാർ വൈത്തിയാർ. നാനൂടെ ഒരു സംഭവം ചൊല്ലട്ടെ. ആ സംഭവം കേട്ടതിൽ പിന്നെ അത്ര വലിയ ത്യാഗമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ത്യാഗം ഞങ്ങൾക്ക് ആക്കുക സാധ്യം ഉണ്ടാച്ചെന്നിട്ടു ഞങ്ങൊന്ന് ചിന്തിക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകാൻ ഗ്രഹിക്കട്ടെ. മുത്തുനബിയോടുള്ള സ്നേഹം മരിക്കോളം മരിച്ച് മണ്ണായി നമ്മുടെ റൂഹ് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ് പോകുമ്പോഴത്തേക്കും ആ മഹബത്ത് നമ്മുടെ ആത്മാവിനോട് അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. റഹ്മത്തിക യാ റഹ്മർ റഹീം. ഉഹദ് യുദ്ധം ചൊല്ലത് ബദ്ർക്ക് പകരമായിട്ട് ബദറിലുണ്ടായ ഒരു ഏസിക ബദറിലുണ്ടായ കുറെ കുറവുങ്ങ, ബദറിലുണ്ടായ കുറെ പ്രോബ്ലംസ്, അതിരെല്ലാം സമാക്കുക വേണ്ടിയിട്ട് ഒരു ചതിയിലൂടെ, ഒരു ദ്വേഷത്തിലൂടെ പകരം വീട്ടുക വേണ്ടിയിട്ട് നടന്നെങ്കിലത്തെ ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം. ബിയാരിക്കാത്ത അടിയായിരുന്നു മുസ്ലിമീങ്ങളിൽ നിന്ന് കാഫിരിങ്ങൾക്ക് കിട്ടിയത്. അതിരെ ഇല്ലാണ്ടാക്കുക, ലോകത്തെ മുമ്പിൽ ഞങ്ങൾ കുറവില്ല, മുസ്ലിമീങ്ങളെ നശിപ്പിക്കുക ഞങ്ങൾക്ക് തീരൂ, അതൊക്കെ വേണ്ടി ഞങ്ങൾ ഇത് വീണ്ടും റെഡിയായോണ്ടുള്ള ചെന്നിട്ട് അബു സുഫിയാന്റെ നേതൃത്വത്തിൽ പോയ ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം. ഭീകരമായ, ഒരുപാട് ചിന്തിക്കുകൊള്ളെങ്കിലത്തെ ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം. മുസ്ലിമീങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത യുദ്ധമാണ്. കാരണം ബദ്ർ യുദ്ധമായിട്ട് അതിലുണ്ടായ ഗായങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടുള്ള എത്ര മുഅ്മിനീങ്ങ. ആ യുദ്ധത്തിലുണ്ടായ മുരിവൊന്നും ഗായ ഇനിയും വണങ്ങിയിട്ടില്ല. അതൊക്കെ കെട്ടിയ മരന്ത് ഇനിയും പച്ചമേ ഉണ്ട്. ആ ടൈമിലാണ് രണ്ടാമത്തെ യുദ്ധം നടക്കുന്നത്.
പക്ഷേ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധത്തിന് വേണ്ടിയിട്ട് തന്റെ സ്വഹാബത്തിനെ വിളിച്ചപ്പോ യാ റസൂലല്ലാഹ് നിങ്ങ എവിടെയൊക്കെ വിളിച്ചെങ്കും ഞങ്ങ ഉള്ള നബിയെ മൂസാ നബിയുടെ ഒട്ടിಗೆ മൂസാ നബിയുടെ അണിയായിങ്ങ അള്ളാഹുക്ക് വേണ്ടിയിട്ട് യുദ്ധാക്കു ബറുണ്ട് മൂസാ നബി വിളിച്ചപ്പോ മൂസാ നബിയുടെ ആളുമാർ ചെന്നെന്തിരെ ഗൊന്തുണ്ട യാ മൂസാ ഓ മൂസാ നബിയെ നിങ്ങളെ അള്ളാഹും പോയിട്ട് യുദ്ധാക്കൊറു നിങ്ങളെ അള്ളാഹും പോയിട്ട് യുദ്ധാക്കിയിട്ട് ബറു ഞങ്ങളുടെ റായത്തിൽ കാത്തോണ്ടിക്കിടാണ്ട് ചെന്നിട്ടു മൂസാ നബിയെ ഒറ്റപ്പെടുത്തിയതുപോലെ മൂസാ നബിയെ കൈവിട്ടതുപോലെ അള്ളാന്റെ റസൂലെ നിങ്ങ പേടിക്കണ്ട നബിയെ എന്തിനു കൽപ്പിക്കൊരുണങ്ങ റെഡിയുള്ള അങ്ങനെതാ സയ്യിദുന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉഹുദ് യുദ്ധത്തിന് വേണ്ടിയിട്ട് തന്റെ സ്വഹാബത്തിനെ തയ്യാറാക്കിട് അങ്ങനെ 2 ടീമാക്കിയിട്ട് അള്ളാന്റെ റസൂല് ഒരു ടീം റെട്ടിಗೆ ചൊല്ലുടു ആ ടീമുടെ നേതാവായിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻ തങ്ങളവറുകളെ ഒരു ടീമുടെ നേതാവാക്കിയിട്ട് ചൊല്ലുടു യാ സുബൈറേ ഇത്ര ആളുമാർ നിന്റെ ആളുമാരാണ് ഇങ്ങലെ ലീഡർ നീയാണ് ഇങ്ങലെ കുട്ടിയോണ്ട് നീന് മുന്നൊല്ലു കാണ്ട ആ ഗുഡ്ഡയുടെ മേലേക്ക് പോണോ ആ ഗുഡ്ഡയുടെ പേരാണ് ജബലുർ റുമാത്ത് ചൊല്ലുടെ ഗുഡ്ഡയുടെ മേലെ നിക്കണോ എന്തിനാ നിങ്ങളെ സൊറ നിങ്ങളെല്ലാരും ഷാർപ്പ് ഷൂട്ടറായ നല്ല ബാണ പുടുകു തരുന്നെങ്കത്തെ എത്ര ദൂരത്തിൽ നിണ്ടെങ്കും ഗുരി വെച്ചിട്ട് ബാണടിക്കുക അവിടെങ്കത്തെ ഷാർപ്പ് ഷൂട്ടറായ ആൾക്കാരാണ് നിങ്ങ അതുകൊണ്ട് ആ ഗുഡ്ഡയുടെ മേലെ നിക്കണോ ഞങ്ങളെ ആക്രമിക്കുക പണ്ട് ശത്രുക്കൾക്ക് നേരെ നിങ്ങ അമ്പരിച്ചിട്ട് ബാണയെറിഞ്ഞിട്ട് ഞങ്ങളെ കീലിടണോ അത് മാത്രം നിങ്ങളെ സൊറ നിങ്ങൾക്ക് വേറെന്തും സൊറയില്ല ഒരു പക്ഷേ യുദ്ധത്തിൽ ഞങ്ങൾ സോത്തിട്ട് പോവാ നിങ്ങൾ കീലിഞ്ഞിട്ട് പറകു തീരാ ഒരു പക്ഷേ ഞങ്ങൾ വിണ്ണാവാ വിജയിക്കുക എന്നാലും നിങ്ങൾ കീല് പറകു തീരാ സയ്യിദുനാ ഹബീബുനാ ത്വഹ റസൂലുള്ളാഹ് മുത്തനബിയുടെ ഓർഡറാണ് സ്വഹാബത്ത് 40 ചില്ലാനം സ്വഹാബത്ത് മുത്തനബി കാട്ടി തന്റെ നേതാവായ സുബൈർ റളിയല്ലാഹു അൻഹുടെ നേതൃത്വത്തിൽ ജബലുർ റുമാത്തിന് മേലേക്ക് പോണ്ടു അവിടെ പോയിട്ട് അങ്ങ് താമിക്കിടാറ് യുദ്ധം തുടങ്ങുന്നത് ദീർഘമായ സംഭവം യുദ്ധം തുടങ്ങി പെട്ടെന്നായിട്ട് യുദ്ധം അവസാനിക്കിട് ശത്രുങ്ങളെല്ലാം പേടിച്ചിട്ട് ഓടിയാറ് എല്ലാവരും ഓടി ശത്രുക്കളൊക്കെ ഓടിയിട്ടാകുമ്പോ സ്വാഭാവികം പോലെ മുത്തുനബിയും സ്വഹാബത്തും ശത്രുങ്ങ വിട്ടുപോയ ആയുധങ്ങളും അങ്ങനെ വാഹനങ്ങളൊക്കെ അഥവാ ഗനീമത്ത് സ്വത്ത് കൊണ്ട് ചൊല്ലും അതെല്ലാം എടുക്കുക സുറുവാക്കിടാർ ശത്രുങ്ങ വിട്ടുപോയ സ്വത്ത് ആ വിജയിച്ച വിഭാഗത്തിനാണ് അതെല്ലാം എടുക്കുക സുറുവാക്കിടാർ അപ്പം മേലുള്ള സ്വഹാബത്ത് ജബലുർ റുമാത്തിലുള്ള സുബൈർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ ടീമില് 2 വിഭാഗമായിട്ട് കൊറിയാലുമാർ ചൊന്നാറ് തങ്ങളെ യുദ്ധം തീർത്തല്ലേ എല്ലാരും ഗനീമത്ത് സ്വത്ത് പിറക്കൊണ്ടുള്ളവരല്ലേ ഞങ്ങൾ പോയി ഇനി ഇവിടെ സ്വരന്തും ഇല്ലല്ലേ ആ ടൈമിൽ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു ചൊല്ലടോ സ്വഹാബ മുത്തുനബിയുടെ ഓർഡറാണ് വിജയിച്ചെങ്കും പരാജയപ്പെട്ടെങ്കും ഞങ്ങളുടെ എന്തൊരു സംഭവിച്ചെങ്കും നന്റെ സമ്മതയില്ലാട്ട് ഈ ഗുഡ്ഡയുടെ നിങ്ങൾ ഇഞ്ഞിട്ട് പറകു തീറ നാണ് ചൊല്ലടത്തോളം നിങ്ങൾ ഗുഡ്ഡയുടെ മേലിക്കണോ ത്വഹ റസൂലുള്ളാഹി അതുകൊണ്ട് സ്വഹാബ പോവണ്ട സ്വഹാബത്തിനെ പറ്റി നമുക്ക് ചൊല്ലുകർഹതയില്ല പക്ഷേ ചരിത്രമാണ് കൊറിയ സ്വഹാബത്തിൽ ഇഞ്ഞിട്ട് വന്നാറ് ഓടിപ്പോയ ശത്രുങ്ങ വഞ്ചിതച്ചിട്ട് നോക്കിയോണ്ടുള്ള എന്തിനെല്ലാം കിടാറുണ്ട് സുബ്ഹാനല്ലാഹ് ഗുഡ്ഡയുടെ മേലുള്ള ആ 40 ജില്ലാരെ സ്വഹാബത്തായിട്ടിന്ത് ആദ്യത്തെ വിജയത്തിന് കാരണം ശത്രുങ്ങ ഓടിപ്പോണ ഉള്ള ഒന്നാമത്തെ കാരണം ഗുഡ്ഡയുടെ മേലെ മുത്തുനബിനി പാട്ടിയ ആ സ്വഹാബത്താണ് അങ്ങനെ ആ ഒരു ഫൈറ്റ് കാരണം കൊണ്ട് മേലെ നിന്നിട്ട് ബാണയെറിയുടെ ആ ഒരു പ്രോബ്ലം കാരണം കൊണ്ടാണ് ഇങ്ക് പിടിച്ചു നിൽക്കുക വാട്ട് ഓടിപ്പോയ ശത്രുങ്ങ ഓടിയിട്ട് പോയിട്ടില്ല വഞ്ചിതച്ച് നോക്കിക്കൊണ്ടുള്ളാറ് ഗുഡ്ഡയുടെ മേലുള്ള 3/4 സ്വഹാബത്ത് എലിഞ്ഞിട്ട് വന്നപ്പോ ശത്രുക്കള് ഗുഡ്ഡയുടെ ബാക്കിലൂടെ പോയിട്ട് ഗുഡ്ഡയുടെ മേലെ പോയിട്ടതാ അവിടെയുള്ള 10 മുട്ടുള്ള സ്വഹാബത്ത് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചില എണ്ണപ്പെട്ട സ്വഹാബത്തരങ്ങ കൊന്നുകളയിടാറ് സുബ്ഹാനല്ലാഹ് ആയിട്ടില്ല മുഅ്മിനെ മേലുള്ള സ്വഹാബത്തെല്ലാം മരിച്ചു
കീലുള്ള മുത്തുനബിക്ക സ്വഹാബത്തുക ഗൊന്തില്ല മേല് തന്റെ സ്വഹാബത്ത് ചോറയിൽ പടച്ച് മറിച്ചോണ്ടുള്ളാറ്. പക്ഷേ അതൊന്നും ഗൊന്തില്ലാണ്ട് ഗനീമത്ത് സ്വത്ത് പെറക്കിടയിൽ ബിസി ആയോണ്ടുള്ള സ്വഹാബത്തുക്ക് സഡൻലി ഒരു അറ്റാക്കാണ് അവിടെ സംഭവിക്കണത്. ബുദ്ധയുടെ മേലെ പോയ ശത്രുങ്ങ അവിടെ നിന്നിട്ടതാ ബാണപുട കുസുറുവാക്കിടർ ആറുകണേറെ ലോകത്തിന്റെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ പലക എത്ര സത്യമാണ് നബിയെ. എന്ത് സംഭവിച്ചെങ്കും പറണ്ടാണ്ട് ചെന്ന പലക. യാ റസൂലല്ലാഹ്, നിങ്ങ എന്തിനു ചെന്നെങ്കും അത് നേരല്ല നബിയെ, തപ്പി പോണ്ടില്ലല്ല നബിയെ. ആ സ്വഹാബത്ത് ഇലിഞ്ഞു വന്നതിരെ അടിയാണ്. കീല് ഗനീമത്ത് സ്വത്ത് പിറക്കിയോണ്ടുള്ള സാധുക്കളായ അള്ളാന്റെ റസൂലിന്റെ പുന്നരായ സ്വഹാബത്ത് അതാ ബിയാരിക്കാത്ത ഭാഗത്തിലൂടെ അറ്റാക്ക് സംഭവിച്ചപ്പോ എന്തിനാക്കിടേട്ട് കൊന്തായോണ്ടില്ല. 4 ഭാഗത്തിലും ബാണ വന്നിട്ട് തരിച്ചോണ്ടുണ്ടോ. സ്വഹാബത്തെല്ലാം പിടപിടാ പടച്ചിട്ട് പൂന്നോണ്ടുള്ളാറ്. എന്തിനാക്കടെ കൊന്തില്ല. സ്വഹാബത്തുക്ക് എന്തിനാക്കിടേട്ട് കൊന്തായോണ്ടില്ല. അങ്ങനെ ഒന്നും കൊന്താവാണ്ടാകുമ്പോ ഒരുപാട് സ്വഹാബത്ത് യുദ്ധഭൂമിയുടെ ഗൊന്തില്ലാണ്ട് ഓടിപ്പോണ് കുസുറുവാക്കിയാറ്. സുബ്ഹാനല്ലാഹ്. യുദ്ധഭൂമിയിൽ ആരുണ്ട്? ലോകത്തിന്റെ നേതാവുണ്ട്, ലോകത്തെ റഹ്മത്തുണ്ട്, ലോകത്തെ അനുഗ്രഹമുണ്ട്. നിന്റെ ജീവൻ കൊടുത്തിട്ടെങ്കിലും ശരി മുത്തുനബിക്കൊരു പോരൽ പോലും സംഭവിക്കുക തീരാന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, മുത്തുനബിക്ക് നേരെ അമ്പ് പറകു സുറുവായിത്ത്, ബാണ പറകു സുറുവായിത്ത്. സ്വഹാബത്ത് മുത്തുനബിക്ക് എത്ര വേണ്ട ചൊന്നിട്ട് അഡ്ഡണിക്കൊക്കെ സുറുവാക്കിയാറ്. ആ അഡ്ഡ നിന്റെയില് ഒന്നാമത്തെ ആലാറ് ഗൊന്തുണ്ട. എൻ്റെ പേര് സത്യമലായി പൊട്ടിൻ്റെ മുഅ്മിനീങ്ങളെ ചിന്തിക്കണോ, മനസ്സിലാക്കണോ. മുത്തുനബിരെ നേറുക വന്നോണ്ടുള്ള ബാണത്തെ തടയുക കയ്യിൽ പരിചയില്ല, തടയുടെ ആയുധമില്ല, എല്ലയോടെ വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മുത്തുനബിരെ നേരെ വന്നോണ്ടുള്ള ആ ഒരു ബാണത്തെ തടയുക. എന്താണ് അവസരം കിട്ടിയത്? സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തെ ആളാണ് സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ. യാ റസൂലല്ലാഹ്, മുത്തുനബിയുടെ കുഞ്ഞാബല്ലേ, തന്റെ കുഞ്ഞാബയാണ്. കുഞ്ഞാബ തന്റെ മൂത്തൗണ്ടെ മോന്റെ രക്ഷപ്പെടുത്തുക വേണ്ടിയിട്ട് തന്റെ നെഞ്ഞ് കാട്ടിയിട്ട് നിന്നോണ്ടുണ്ടോ. ഓരോ ബാണം വന്നിട്ട് തറച്ചോണ്ടുണ്ട് സയ്യിദുന ഹംസ. യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിക്ക് പൂലകുതീറ എറിഞ്ഞ ബാണം, മുത്തുനബിക്ക് തട്ടുകുതീറ, അതെല്ലാം ഈ ഹംസയുടെ നെഞ്ചത്ത് തറക്കട്ട്. ഈ ഹംസയുടെ നെഞ്ച് പിളർത്തി പോട്ട് എല്ലാ അമ്പുകളെയും തന്റെ ശരീരം കാട്ടിയിട്ട് തടഞ്ഞു. മുത്തുനബിരെ ബാക്ക് കൊണ്ടോയോണ്ടുണ്ട്. ഒരു സേഫ്റ്റി സോൺ, ഒരു രക്ഷപ്പെട്ട ഒരു ജാഗിയത്തോളം തടയുക വേണ്ടിയിട്ട് ഹംസ തന്റെ ജീവൻ പിടിച്ചിട്ട് പോരാടിയോണ്ടുണ്ട്. യാ അല്ലാഹ്, യാ റസൂലല്ലാഹ്. ആ ടൈമിലാണ് അബൂ സുഫിയാന്റെ പെഞ്ഞായി ഹിന്ദയുടെ സ്വർത്താലായിട്ടിന്നെ മഹാനായ വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു കാഫിറാണ്. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ കാഫിറാണ്. ഹിന്ദയുടെ ഓഫർ അനുസരിച്ചിട്ട് ഹംസയുടെ ആരാണോ കൊല്ലുന്നത് അവനുകനാണ് ഇത്ര ഓഹരി, ഇത്ര ഗിഫ്റ്റ് തന്നെ ചെന്നിട്ടു. ഹിന്ദ് പ്രഖ്യാപിച്ചത് അനുസരിച്ചിട്ട് മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു ഇതാ വഞ്ചിച്ചിട്ട് മുത്തുനബിക്ക് എങ്ങനെ ബാണപുട്ടെങ്കും ഹംസ തങ്ങൾ തടയെടുത്ത് കാണുമ്പോ ഫസ്റ്റ് ഹംസരെ കീഴിടണോ ചൊല്ലെ ലക്ഷ്യത്തോടെ തന്റെ അറയിൽ വെച്ച് ചാട്ടൊലി ചൊല്ലിങ്കിത്തെ ചെറിയ ഒരു ത്രോ ആക്കടെ കത്തി, ആ കത്തിരെ ഗുരി വെച്ചിട്ട് എറിഞ്ഞിട്ട് ആ കത്തി പോയി നേരെ തറച്ചു. സയ്യിദുന ഹംസ തങ്ങളുടെ കത്ത് പോയിട്ടാണത് തറച്ചത്, നാലിക പോയിട്ടാണ് തറച്ചത്. നെഞ്ഞുകല്ല, തലക്കല്ല, കണ്ണുകല്ല, വേറെവിടെയും തറച്ചിട്ടിന്നിരങ്കും ഹംസ തങ്ങൾ പിടിച്ചു നിൽക്കുമില്ല.
കൊല്ലണോ ചൊല്ലുടെ ലക്ഷ്യത്തോടെ വഹ്ശി എറിഞ്ഞതായ ആ കത്തി ഹംസ തങ്ങളുടെ അണ്ണനാളവും ശ്വാസനാളത്തെയും മുരിച്ചിട്ട് കൽത്തര പിറോത്തുലു പുറത്തായിട്ട് പൂന്തു. സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ ഷഹീദാണ്. മുത്തുനബിക്കേറെ നൊമ്പലായ ഒരു രംഗമാണ്. സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻ യുദ്ധഭൂമിയിൽ മലർന്നിട്ട് പോലുടൂ, മലങ്കണ പോന്നിട്ട് പോണ്ടു. അതുവരെ തടഞ്ഞു. ഇനി തടയാൻ ഹംസയില്ല. അടുത്ത സ്റ്റെപ്പാണ് വന്നത്. സയ്യിദുനാ ത്വൽഹ റളിയല്ലാഹു അൻ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ നബിയല്ലാഹ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വൽഹത്ത് തങ്ങളും ഒരുപാട് തടഞ്ഞു നബി തങ്ങളെ ഒരു പാതകല്ലുടെ മേലെ പത്തുവാട്ടിയിട്ട് ആ പാതകല്ലുടെ അപ്പുറത്തേക്ക് എത്തുവാട്ടിയിൽ പിന്നെ നബി തങ്ങൾ സേഫ്റ്റി സോൺ എത്തിത്തീണ്ട് കൊന്താവലോട് കൂടെ സയ്യിദുനാ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു അവിടെ ഉള്ള ഒരു ഗുലിക്ക് പോയിട്ട് പോലുടൂ. അതുവരെ നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ഊർജവും തൻ്റെ ആ ഒരു സ്റ്റാമിന എല്ലാം പിടിച്ചിരുന്നത് മുത്തനബിക്ക് വേണ്ടി. മുത്തനബി രക്ഷപ്പെട്ട് തീർന്ന് കൊന്തായപ്പോ അതാ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പോയിട്ട് ഗുലിക്ക് പോലുടൂ. അങ്ങനെ ആൾക്കാരെല്ലാം ഓടിയോണ്ടിക്കുമ്പോൾ മഹാനായ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജോറ് വിളിച്ചിട്ട് ചൊല്ലുടൂ, യാ സ്വഹാബാ. വലിയ ശബ്ദം ഇന്ന സ്വഹാബി ജോറ് ശബ്ദത്തിൽ കേക്കട്. ഇൻഹസബ റസൂലില്ലാഹ്, നിങ്ങൾ അള്ളാന്റെ റസൂലിനെ വിട്ടിട്ടാണോ ഓടിയോണ്ടുള്ളത്? യുദ്ധഭൂമിയിൽ മുത്തുനബി ഉണ്ടല്ലേ, യുദ്ധഭൂമിയിൽ മുത്തുനബി ഇരിക്കെ നിങ്ങളെങ്ങനെ ഓടേണ്ട കേട്ടപ്പോ ഓടിയോണ്ടുള്ള ചില സ്വഹാബത്തതാ തിരിഞ്ഞിട്ട് പണ്ട് മുത്തുനബിയോട് മുട്ടയത്തറ്. ആ സമയത്താണ് അബൂബക്കർ തങ്ങൾ നബി തങ്ങളെ തേടിയോണ്ട് മുട്ടയെത്തിയ സിദ്ദീഖ് തങ്ങളൊട്ടിക്ക് അള്ളാന്റെ റസൂല് ചൊല്ലുടൂ, യാ അബൂബക്കർനി സിദ്ദീഖ്. അപ്പുറത്തെ ഗുളിയിൽ ത്വൽഹത്തുള്ള, അപ്പുറത്തെ ഗുലിയിൽ ത്വൽഹത്തുള്ള. ത്വൽഹത്ത് എന്തിനായിട്ട് നോക്കൂ സ്വാമി അബൂബക്കറെ, ത്വൽഹത്ത് എന്തിന് സംഭവിച്ചിട്ടുണ്ട് നോക്കൂ എന്ന് ചൊല്ലുമ്പോ ചരിത്ര കൃത്യമായിട്ട് പടിപാട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ത്വൽഹത്ത് തങ്ങൾ ഉള്ള ജാഗക്ക് പോയിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ത്വൽഹത്ത് തങ്ങളെ ശരീരത്തില് 90 കൊത്തുങ്ങ, കുന്തം കൊണ്ട് കുത്തിയത്, വാള് കൊണ്ട് വെട്ടിയത്, ബാണ വന്നിട്ട് തറച്ച ഇങ്ങനെ ഒരുപാട് ഗായ ആ ശരീരത്തിൽ ഓരോ ഗായത്തും ബെർല് കടക്കിടത്തിൽ കുലിയിന്ത് ഇങ്ങനെ ചോരയിൽ കുലിച്ചിട്ടുള്ള ത്വൽഹത്ത് തങ്ങളൊരു ഭാഗം, മറുഭാഗത്ത് കൽത്തുക്ക് കത്തി തറച്ചിട്ട് പോന്നിട്ടുള്ള ഹംസ തങ്ങളെ ഹിന്ദു കൂടിയിട്ട് ഹിന്ദുക്കളുടെ ആ പെണ്ണും ശത്രുക്കളും കൂടിയിട്ട് മരിച്ചിട്ട് പോന്നിട്ടുള്ള സയ്യിദു ശുഹദായ ഹംസ റളിയല്ലാഹു അൻഹുടെ കഷ്ണമായിട്ട് എടുക്കിടാറ്, പീസാക്കിടാറ്, കൈക്കാലും മുറിച്ചിട്ടെടുക്കിടാറ്, കാതും കണ്ണും മൂക്കും എല്ലാം മുറിച്ചെടുത്തു മയ്യായില്ല. അവസാനം ഹിന്ദ് മഹാനായ ഹംസ തങ്ങളെ പള്ളക് കത്തിയിട്ടിട്ട് കർല് വലിച്ചിട്ട് ചവച്ച് തുപ്പി, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വേണ്ടിയാണ് നബിയെ ഹംസ തങ്ങൾ ഷഹീദായത്. യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വേണ്ടിയാണ് ത്വൽഹത്ത് തങ്ങൾ ഇങ്ങനെ അനുഭവിച്ചത്. എൻ്റെ മുഅ്മിനീങ്ങളെ, നന്റെ പിറസത്തെ ബാലക്കാറ, ഇങ്ങനത്തെ ഒരു ത്യാഗം, മുത്തുനബിക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ത്യാഗം ഇക്കൂട്ടത്തിലുള്ള നിങ്ങളോട് കൽപ്പിച്ചെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുവാൻ എൻ്റെ മുഅ്മിനെ ഇല്ല, നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം നിങ്ങളെ ഹൃദയത്തിൽ കടന്നു പോയത് ഏതോ ഒരു കാമുകിയുടെ ഏതോ ഒരു ലവറുടെ ഫോട്ടോ ആയിട്ടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറുക്കടെ ഫോട്ടോ ആയിട്ടിക്കും. ഔണ്ടിട്ട ചെലവഴിക്കടെ ആ നേരം നിക്കൊന്ന് മുത്തുനബിക്ക് ചെലവഴിച്ചാലെന്തേ? മുത്തുനബിക്ക് വേണ്ടിയിട്ട് നീ പിറാന്തിയായെങ്കിൽ എന്തേ? മുത്തുനബിക്ക് വേണ്ടിയിട്ട് നീ പിരാന്തനായെങ്കിൽ എന്തേ? നിക്ക് പിറാന്ത് പിടിക്കരെങ്കിൽ അത് മുത്തുനബിക്ക് വേണ്ടിയിട്ട് പിരാന്ത് പിടിക്കട്ടെ. നിക്ക് പിറാന്തിയാവണമെങ്കിൽ അത് മുത്തുനബിയെ പിർസ വെച്ചിട്ട് നീ പിറാന്തിയാവണം. കാരണം ആ പിറാന്ത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അത് മുത്തുനബിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മുത്തുനബിയുടെ ശഫാഅത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ സ്വഹാബത്ത് ചെയ്തെങ്കിൽ ത്യാഗത്തിന്റെ ഒരംശം പോലും ചെയ്യുക സാധ്യമില്ലാതെ ഞങ്ങൾക്ക്
ചില കാര്യങ്ങൾ മുത്തുനബി ആക്കുക ചൊന്നുറോ. അതിൽ ഒന്നാമത്തേതാണ് സുബൈക്കൊന്ന് എണിക്കുമ്പോ അൽഹംദുലില്ലാഹ് الذي أحيانا بعدما ماتنا وإليه النشور. ദായിമയാക്കറോ, മറക്കണ്ട. എന്ത് മറന്നെങ്കും ചില പ്രധാനപ്പെട്ട ദിക്റുകളുണ്ട്, അത് ചൊല്ലുക മറക്കണ്ട. ആയിട്ടില്ല എത്ര എത്ര സുന്നത്താണ് ലോകത്തിന്റെ ഹബീബായ മുത്തുനബി ഒരു ഹദീസിൽ ചൊല്ലുടോ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത ഷഹീദ്. ഒരു കാലം പറകൊണ്ടു, ഏറെ ഫിത്നകൾ നിറഞ്ഞ കാലം, ഒരുപാട് ഫിത്നകളുള്ള കാലം. അണ്ട് ആരെങ്കും നണ്ട് സുന്നത്തിനെ മുറുകെ പിടിക്കണ്ടായെങ്കിൽ, നാണ് ചൊന്നത്തിലുള്ള ആരെങ്കും ഉള്ളണ്ടായെങ്കിൽ അവനുകു 100 ഷഹീദിന്റെ പ്രതിഫലം നാണ് കൊടുക്കുടാണ്ട് ലോകത്തിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉള്ളറാ എല്ലാവരും ഉള്ളറാ 100 ഷഹീദ് ചെന്നെന്തരേ. ഇപ്പൊ എല്ലാവരും യുദ്ധാക്കുക പുറത്തായ കാലല്ലേ? ഇപ്പൊ യുദ്ധാക്കുന്നുണ്ട് എല്ലാവരും റെഡി ആയിട്ടുള്ള കാലമാണ്. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം എടുത്തിട്ട് മരിക്കരങ്കാണ് ഷഹീദ് എന്ന് ചൊല്ലുടെ. അങ്ങനെ 100 വട്ടം അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ച കൂടെ നാനോടുള്ള അങ്ങനെ പോട്ടെ, അങ്ങനെ എല്ലാം ഒത്തു പോയാണ്ടിക്കട്ടെ, അത് കമ്മിറ്റി അങ്ങനെ നിങ്ങൂടെ നോക്കും. നാനോട്ട് ഊടുത്തോൽ ഇത്ര കഷ്ടത്തിൽ വന്നിട്ട് നിങ്ങൾ എവിടെ നോക്കി എന്നിട്ട് ഇവിടെ നോക്കും, ഇവിടെ നോക്കും. ബച്ചറാ ഇവിടെ മുള്ളാറാ, വ്യാപ്തി പ്രദേശത്ത് പുറകെ പോയിട്ടാറാ, ഇവിടെ മുള്ളാറല്ലേ ബച്ചറാണ്ട് ഇങ്ങനെ ആക്കുറു ഇല്ല. ഏതെങ്കിലും നാട്ടിനൊക്കെ ഗുന്തായുണ്ടില്ല അല്ലേ, കണ്ണ് മാത്രം തുറന്നിട്ട് കാണും. അള്ളാഹു നമുക്ക് നാഫിയായാലും തരട്ടെ. 100 വട്ടം അള്ളാന്റെ മാർഗത്തിൽ യുദ്ധാക്കിയിട്ട് മരിച്ചെങ്കിൽ കിട്ടുക ആ പ്രതിഫലം ഖിയാമത്ത് നാളിലുള്ള ഒരു മനുഷ്യ ഒരു സുന്നത്തിനെ ഗട്ടിപ്പിടിച്ചിട്ടായെങ്കിൽ അവന് കൊണ്ടുപോകും എന്ന് വെച്ചെങ്കിൽ മുത്തുനബിയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക കണ്ട് സാധ്യാവില്ല. ഒരു സുന്നത്തിനെ എടുത്തെങ്കിൽ അവന് പാസ് എന്നാണ് അർത്ഥം. അങ്ങനത്തെ ഒരു സുന്നത്താണ് എടുക്കുമ്പോൾ ചൊല്ലി ഒരു ദിക്ർ. രണ്ടാമത് ടോയ്ലറ്റിക്ക് പോകുമ്പോഴത്തേക്ക് കുറേ സുന്നത്തുണ്ട്. ടോയ്ലറ്റിൽ പറമ്പോ കുറേ സുന്നത്തുണ്ട്. എത്ര ഇതെല്ലാം നമുക്ക് വിഷയമല്ല. ടോയ്ലറ്റിക്ക് പോകുമ്പോഴത്തേക്ക് ഏത് കാലം വെക്കുന്നുണ്ട് 3ാം ക്ലാസ്സിൽ പഠിച്ചിറ ഇണ്ടും അവന് പോകുമ്പോൾ വെക്കടെ ബലത്തെ കാലേ 10 പറമ്പ് എടുത്ത കാലം. അങ്ങനത്തെ കുറേ മഹാന്മാരുള്ളവർ അതെന്തെങ്കിലും ബലത്തെ കാലം വെച്ച് തല എവിടെ ഉണ്ട്, തല എവിടെ ഇക്കാണ്ടിക്കണേ ഉണ്ട്, കയ്യിലൊന്നും കാതിലൊന്നും എല്ലാം കുത്തിട്ട് വെച്ചിട്ടില്ല ഓണ് മൊബൈൽ കണക്ട് ആക്കിയിട്ട്. പിന്നെ ഇക്കടെ എവിടെയൊക്കെ ഏത് ലോകത്തിൽ ഇക്കടെ ആണോ ഓണ് ഇടത്തെ കാല് വെക്കണായോടെ ബലത്തെ കാലും വെക്കണായോടെ ഇതെല്ലാം നബിതങ്ങ സൊറയില്ലാത്തപ്പം മുണ്ട തെച്ചോണ്ടിക്കുമ്പോൾ ചെന്നതല്ല നിങ്ങളെ. നീ അങ്ങനെ വിചാരിച്ചിട്ടാറാ? ടോയ്ലറ്റ് പോകുമ്പോൾ ഇടത്തെ കാല് വെച്ചിട്ട് പോകണു, പറയുമ്പോൾ ബലത്തെ കാല് വെച്ചിട്ട് പറഞ്ഞു, ഇടത്തേക്ക് ചരിഞ്ഞിട്ട് തെച്ചിട്ട് ടോയ്ലറ്റിക്ക് പോകണു. ടോയ്ലറ്റിൽ പോകുമ്പോൾ അഥവാ ബീത്തുമ്പോൾ തൂറുമ്പത്തേക്കും ഇടത്തെ ഭാഗത്തേക്ക് ചരിഞ്ഞിട്ട് തെക്കണു. ഇതെല്ലാം എന്തിനേക്ക് നബി തങ്ങ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചൊല്ലണല്ലേ? അവർ ചൊല്ലുവാ ചൊന്നിട്ട് വിട്ടേതിൻ്റെ വിചാരിച്ചിട്ടാറാ? ഇല്ല, അതിലൊരുപാട് ആരോഗ്യപരമായ കാര്യങ്ങളുണ്ട്. ചെറുപ്പിടക ചെന്നുറു ഇത് വേണമെങ്കിൽ ചില ആൾമാരോട് പറയും തൊപ്പി ചൊല്ലിന്റെ സാമണം വെക്കിടയില്ല. തൊപ്പി ചൊല്ലിന്റെ സാമണം പേര് സുന്നി, അവന്റെ പേരെന്തിരേ സുന്നി. നീ എന്തല്ല തൊപ്പി വെക്കാത്ത? മുടി വെടക്കാവുള്ളൂ. തൊപ്പി വെച്ച ഇപ്പൊ കുറെ എന്തെല്ലാം കുറെ സംഘവാസം നടത്തി പേരെല്ലാം ഉണ്ടല്ലോ. മകൻ നോക്കിയിട്ട് ചിരിക്കും പേടി അവിടെ മകൻ നോക്കുമ്പോഴത്തേക്കും അല്ലേ മുടി വെച്ചിട്ട് ആ മുടിയുടെ ആ ഒരു സ്റ്റൈല് മാറിയിട്ട് കൊണ്ടേക്ക് മുത്തുനബിയുടെ സുന്നത്ത് തന്നെ വേണ്ടെന്ന് വെച്ചു. ഇങ്ങനത്തെ അവസ്ഥയാണ്. ഈ സുന്നത്ത് എടുക്കണമെന്നങ്ങ ഈ സുന്നത്ത് എടുക്കുമ്പോഴാണ് അള്ളാന്റെ റസൂല് ചെന്നതുപോലെ 100 വട്ടം അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൂലി തണ്ടാണ്ട് ചെന്നത്. നീ അതല്ലാണ്ട് ഈ സുന്നത്തല്ല പുള്ളിട്ട് ഏതോ റായത്ത് പോയിട്ട് യുദ്ധാക്കോ ഭർത്തായിട്ട് എന്ത് കാര്യമില്ലേ? നീ പക്ഷെ നീ സുന്നത്തേട്, പിന്നെ വേറെ വേറെ വിഷയത്ത് ഗലട്ടേക്ക് അവന്റെ കൊല്ലണു ഓന്റെ കൊല്ലണു അവന് കടിക്കണു അവിടെ പൊടിയാക്കണു ഇവിടെ അതല്ല. നിന്റെ നീ സറിയാക്ക് ഫസ്റ്റ്. നീ ഒന്ന് നന്നാവും. മുത്തുനബിയുടെ ഒരുപാട് സുന്നത്തുണ്ട്. ആ സുന്നത്ത് മുറുകെ പിടിക്ക്. ചിലതെങ്കും എടുക്കുക അവിടെങ്കിൽ നീ ബേരമേക്ക് ടൈം ആക്കുന്നുണ്ടില്ല, ബേരമേ ആയിക്കൊരു സെറ്റിംഗ് എല്ലാം ആക്കുന്നുണ്ടില്ല. എല്ലാം നീ ആക്കുമ്പോൾ പണ്ട് അതൊന്ന് നിന്നെ മറക്കാണ്ട് ആക്കിയും കഴിച്ച്. ഈ രൂപത്തിലുള്ള സുന്നത്തുകളിൽ ഏതെങ്കിലും സുന്നത്ത് ഞങ്ങൾ കൊറിയ മുറുകെ പിടിച്ചിട്ടായെങ്കിൽ
അള്ളാന്റെ റസൂല് ചൊല്ലുടൂ ഔണുകുന്നാണ് 100 ഷഹീദിന് പ്രതിഫല കൊടുക്കൂടെ. ഈ പ്രതിഫല വേണ്ടാത്തവരാണ് ഞങ്ങ. ഈ പ്രതിഫല വേണ്ട ചെന്നിട്ടാണ് നിങ്ങൾ ചെന്നോണ്ടുള്ളേ. നാണും മുത്തുനബിയുടെ പിരിസ വെച്ചോണ്ടുള്ളേ. നാണും മുത്തുനബിയുടെ പിരിസ വെച്ചോണ്ടുള്ളേ. അപ്പൊ നമുക്കൊരു ചോദ്യം, എന്തിനേക്ക് ഉസ്താദെ മുത്തുനബി ഇങ്ങനെ പിരിസ വെക്കണേ? ഞങ്ങൾ എന്ത് മുത്തുനബി ഞങ്ങൾക്ക് വേണ്ടി എന്തിനാക്കിയേ? നമുക്ക് എന്തിനാക്കിയിട്ടില്ല എന്ന് കേൾക്കാൻ കേട്ടോ. തിരിച്ചിട്ട് മുത്തുനബി ഇല്ലെങ്കിൽ ഈ ലോകം ഉണ്ടാ? നാണുള്ളേ നീനുള്ളേ ഈ കാണ്ട നിയമത്തുകളുണ്ട്, ആകാശങ്ങളുണ്ടാ? ഇല്ല. എൻ്റെ പിരുസത്തെ മുഅ്മിനീങ്ങളെ, മുത്തുനബിക്ക് വേണ്ടിയിട്ട് സ്നേഹത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തിയ മഹാന്മാരാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുണ്യരായ സ്വഹാബത്ത്. ഉഹുദ് യുദ്ധത്തിൽ വെച്ചിട്ട് അള്ളാഹിൻ്റെ റസൂലുടെ മുന്നത്തെ പല്ല് പൊട്ടിയിട്ട് പോയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മുന്നത്തെ പല്ല് പൊട്ടിയിട്ട് പോയിട്ട് അപ്പതാ ആ വിഷയ കർണ് പട്ടണത്തിലുള്ളെങ്കത്തെ, കർണ് ടൗണിലുള്ളെങ്കത്തെ മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു. ഉവൈസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ല, നബിതങ്ങളെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്, സ്വഹാബിയല്ല. എന്തേ? തൻ്റെ രോഗിയായ ഉമ്മയുടെ രോഗ ചികിത്സക്ക് വേണ്ടിയിട്ട്, ഉമ്മയുടെ നോക്കുക വേണ്ടിയിട്ട് മദീനത്തേക്ക് പോണ്ടതിരെ വേണ്ടാന്ന് വെച്ചു. ഉമ്മടെ വിട്ടിട്ട് മുത്തുനബിനെ നോക്കുക പോയെങ്കിൽ ഉമ്മ കൂടെ സീക്കിൽ നോക്കുകയില്ലാത്ത അവസ്ഥകത്തും ഉമ്മടെ നോക്കുക കൂടെ നിണ്ടുണ്ടായെങ്കിൽ മദീനത്തിലുള്ള മുത്തുനബിയെ കാണുക സാധ്യയില്ല. അടക്കത്തറയിലായ ഉവൈസ് റളിയല്ലാഹു അൻഹു ടെൻഷനിൽ ഒരു നാൾ മദീനത്തേക്ക് പോണു ചെന്നിട്ട് ഇറങ്ങി പോയപ്പോ ഉമ്മ ബുൽപുട്ടിട്ട് ചൊല്ലിടും, മോനെ നീന് നന്റെ പുട്ടിട്ട് പോയെങ്കിൽ നക്കാറുള്ളാറ് നന്റെ നോക്കുകാറുള്ളാറ്. ഉമ്മടെ പുൽപ്പ് കണ്ടിട്ട് മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു തൻ്റെ യാത്ര ക്യാൻസലാക്കിയിട്ട് മുത്തുനബിക്ക് ആ വിഷയം കൊന്തായിട്ട് അല്ലാഹുവിൻ്റെ റസൂല് ചൊന്തു, കർണ് പട്ടണത്തുകാരെങ്കും പോയെങ്കിൽ ഉവൈസ് നന്റെ ഒരു സലാം ചൊല്ലറോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു തൻ്റെ കർണ് പട്ടണത്തിലിരിക്കുമ്പോ ആരോ വന്നിട്ട് ചെന്നാറ് ഉഹുദ് യുദ്ധ കലിയുമ്പോ മുത്തുനബിയുടെ പല്ല് പൊട്ടിട്ട് പോയിട്, മുത്തുനബിക്ക് നല്ല നമ്പലായിട്. ഇത് കേക്കലോടുകൂടെ ഉവൈസ് റളിയല്ലാഹു അൻഹുടെ കണ്ണിൽ നിന്നിട്ട് തണ്ണി പിറകു സുറുവായിട്ട്, യാ അല്ലാഹ്, എൻ്റെ മുത്തുനബിക്ക് സഹിക്കാനാവാത്ത നമ്പലായിത്തല്ല റബ്ബേ, നാണിതെങ്ങനെ സഹിക്കുക നബിയെ? കുറേ നേരം പുൽപുട്ടിട്ടോ അവസാനം മഹാനായ ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു ഒരു തീരുമാനത്തിൽ വന്ന്. എന്ത്ര തീരുമാനം കൊണ്ടുണ്ട മുഅ്മിനെ, നിന്റെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്തൊരു തീരുമാനമാണ്. മുത്തുനബിക്കില്ലാത്ത പല്ല് നക്കിന് വേണ്ട, മുത്തുനബിക്കില്ലാത്ത ആ ഒരു പല്ല് ഈ ഉവൈസിന്റെ ബായിലും വേണ്ട. ചെന്നിട്ട് ഉവൈസ് റളിയല്ലാഹു അൻഹു തൻ്റെ കൈ കൊണ്ട് തൻ്റെ മുമ്പല്ലെല്ലാം കുത്തി പൊട്ടുവാട്ടിട്ടെടുക്കട്. ഡെന്റിസ്റ്റുമാരുടെ മുട്ട പോയിട്ട് വേണമെങ്കിൽ കേക്കറോ, ഒരു പല്ല് എടുക്കുക എത്രമാത്രം പ്രയാസമുണ്ട്, എത്ര നമ്പലുണ്ട്. ആ പല്ലുടെ പേര് എത്രമാത്രം താന്നിട്ടുണ്ടോ, അത് എടുക്കുക എത്ര ഉപകരണങ്ങൾ വേണോ. ചെന്നിട്ടോ ഒരു ഡെന്റിസ്റ്റിനെ മുട്ട പോയിട്ട് നിങ്ങൾ കേക്കൊരു പല്ലുടെ മഹത്വം കൊന്താവണമെങ്കിൽ അങ്ങനത്തെ പല്ലുടെ കുത്തി പൊട്ടുവാട്ടിയപ്പോ, മുന്നത്തെ പല്ല് പൊട്ടുവാട്ടിയപ്പോ ഉവൈസ് തങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ. മുത്തുനബിരെ ഏത് പല്ലായിട്ടിക്ക് പൊട്ടി പോയിട്, എതിരെ പല്ല, കീഴിലെ പല്ല, ബലത്തെ പല്ല, മേലിലെ പല്ല, കൺഫ്യൂഷനാണ്. അവസാനം കൺഫ്യൂഷന് തീർക്കുക വേണ്ടിയിട്ട് മഹാനായ ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു അതാ തൻ്റെ ബായിലുള്ള എല്ലാ പല്ലും കുത്തി പൊട്ടുവാട്ടിയെടുത്തിട്ട് റളിയല്ലാഹു അൻഹു ആർക്ക് വേണ്ടിയിട്ടാണ്? ആരോടുള്ള പിരിശം വേണ്ടിയിട്ടാണ്? ആരോടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട്? ലോകത്തിൻ്റെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ ഈ മുത്തുനബിയിലാണ് പിർസബിക്കുക ചെന്നോട്ടുള്ളത്. പിർസത്തിൻ്റെ ഒരു ഭാഗം സ്വലാത്താണ്. ഉണ്ട് 100 വട്ടം ഒരു സ്വലാത്ത് ചെന്നെങ്കിൽ എത്ര ആളാണ്? 2 ബില്യാസല്ലേ അല്ലേ? 2 കൂടെ ബില്യാസമല്ലേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ബില്യാസ് ഉണ്ട്. സുബൈക്ക് എനിച്ചേരി പിന്നെ ഒരു കുറഞ്ഞത് ഉണ്ട് 100 നാളല്ല, ഉണ്ട് 1000 സ്വലാത്ത് ചൊല്ലുള്ള നാളാണ്. ഉണ്ട് ഏതായാലും ഇരിക്കട്ടെ, ഒരു 100 സ്വലാത്ത് ചെന്നെങ്കിൽ ഒന്ന് കൈമേലാക്കോ. അല്ല സർ, നാനൊരു 313 ചൊന്നര തർക്കേടില്ലാണ്ട് കേൾക്കണ്ട, അതല്ല അതിലേ വന്ന് ഉണ്ടാ ചൊന്നിട്ട് ഇക്വാറിൻ്റെ പേരിക്കോ യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇക്വാറല്ലേ
അള്ളാഹുക്ക് വേണ്ടിയിട്ടും അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി ചെന്ന സ്വലാത്തല്ലേ. അപ്പം അത് ഉസ്താദ്മാരുടെ ഇതിൽ ഇങ്ങനെ കൈ വയ്ത്തിട്ടാണ് ഒരു നല്ലോണം അവിടെ വേണ്ട ചെന്നിട്ട് കൈ വയ്ത്തായിട്ടിക്കും. പിന്നെ എന്തൊരാകട്ടെന്നാണ് അങ്ങനെ സമർത്ഥിക്കണം അത്രേ അല്ലേ. ഏതായാലും ഇരിക്കട്ടെ, ഒരു 100 സ്വലാത്തെങ്കിലും നിങ്ങൾ ചൊന്നിറാറുണ്ടായെങ്കിൽ അതാണ് സ്നേഹം. ഉണ്ട് മാത്രമല്ല, ലിക്കുല്ലി യൗമിൻ, സൂര്യൻ ഉദിച്ച എല്ലാ നാളിലും കുറഞ്ഞത് ഒരു 100 സ്വലാത്ത് ബെല്യാസിരണ്ട് അത് തയ്യാറാക്കണമെന്നാണ്. കാരണം ബെല്യാസിരണ്ട് നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഡയറക്റ്റ് എൻ്റെ റൗലത്തെ മുട്ടാണ് എത്തുന്നത്. ഡയറക്റ്റ് നിങ്ങളുടെ ചൊല്ലലോട് കൂടെ എൻ്റെ റൗലത്തേക്ക് എത്തിയിട്ടായിട്ട് ബെല്യാസിരണ്ട് ഇന്നലെ മോന്തിരെ പിടിച്ചിട്ട് ഉണ്ട് തോന്നും. ഇത് ഭയങ്കര പവർഫുള്ളായ നാളാണ് വെള്ളിയാഴ്ച. അപ്പോൾ ഉണ്ട് തെളിയാറ് സ്വലാത്ത്. ബാക്കി ഇന്നത്തെ സ്വലാത്ത് മലായിക്കങ്ങൾ കൊണ്ടുപോയിട്ട് നബിയെ ഇന്നാലിന്ന അയാളുടെ മകൻ ഇന്നാലിന്ന റായത്തിലുള്ളവണോ നിങ്ങളെ മേലെ ഇത്ര സ്വലാത്ത് ചൊന്നറ. ഇടയിലൊരു മധ്യവർത്തിയുണ്ട്. അതെന്തേ അങ്ങനെയാന്ന് കേൾക്കണ്ട. അതങ്ങനെ അത് നിയമമേ അങ്ങനെ എന്തേന്ന് കേട്ട് കൺഫ്യൂഷൻ എന്താ നീ ഫസ്റ്റ് സ്വലാത്ത് ചൊല്ലുക സുറുവാക്ക്. അപ്പം എല്ലാ പ്രോബ്ലമും തീരും, എല്ലാ നിന്റെ കൺഫ്യൂഷനും എല്ലാ വസ്വാസും തീരും. സ്വലാത്തിക്ക് എത്ര പവറുണ്ട് വന്നിട്ടുണ്ടാണ് എനിക്ക്. അള്ളാഹിൻ്റെ റസൂൽ ചൊല്ലും മൻ സ്വല്ലാ ലിക്കുല്ലി യൗമിൻ അൽഫ മറ. ഒരു മനുഷ്യ നന്റെ മേല് ഒരു നാല് 1000 സ്വലാത്ത് ചൊല്ലണ്ടായെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്ത് കടന്നാട്ട്. സ്വർഗത്ത് കടക്കുന്നല്ല, കടന്നാൻ. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു നാല് 1000 സ്വലാത്ത് ചൊന്നെങ്കിൽ എത്തുന്നില്ലേ. അപ്പോൾ നിസ്കാരം വേണ്ടേ? കല്ല് കുടിക്കാമ കക്കാമ മറ്റു തോന്നിയ ദിവസം ആക്കിയിട്ട് 1000 സ്വലാത്ത് ചൊന്നെങ്കിൽ മയ്യ നിങ്ങൾ സ്വലാത്ത് ചൊല്ലകു സുറുവാക്കുറല്ല. നീ നിസ്കരിക്കാത്തവണോട്ടായി നീ നിസ്കരിപ്പാട്ടു. നീ ചൊല്ലകു സുറുവാക്ക്. നീ എല്ലാം നിസ്കരിക്കണം വേണ്ട. നീ നിസ്കരിച്ചിട്ടേ ഇല്ല ഇവിടെ നിസ്കരിക്കണ്ട. നീ ഒരു നാൾ ടൈം ഫിക്സ് ആക്കിയിട്ട് ഒരു 1000 സ്വലാത്തിനാണ് ചൊല്ലുടെ ചൊന്നിട്ട് കണ്ടിന്യൂ ആയിട്ട് ഒരു 1000 സ്വലാത്ത് ചൊല്ലകു നീ സുറുവാക്ക്. നിസ്കരിക്കാത്ത നിന്റെ മനസ്സ് പള്ളിയുടെ ഭാഗത്തേക്ക് തിരിക്കൂ. ആ സ്വലാത്തിക്ക് സാധിക്കും. വെറുതെ മുത്തനബി ഓഫർ തന്നതൊന്നുമല്ല. കല്ല് കുടിച്ചോണ്ടുള്ളണ്ടായെങ്കിൽ കല്ല് കുടിയിൽ നിന്ന് നിന്റെ പിന്തിരിപ്പിക്കും ആ സ്വലാത്ത്. മറ്റു ഹറാമിൽ നിന്നുള്ളണ്ടായെങ്കിൽ ആ ഹറാമിൽ നിന്നും നിന്റെ ദൂരത്താക്കും മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത്. അതുകൊണ്ട് ഏത് സ്വലാത്തും ആവാം, ഏത് സ്വലാത്ത് വേണമെങ്കിൽ ആവാം. നിങ്ങൾക്ക് തെര സ്വലാത്ത് ചൊല്ലറോ, താജു സ്വലാത്ത് ചൊല്ലാം. സ്വലാത്തിൻ്റെ കിരീടമാണ്. സ്വലാത്തിൻ്റെ കിരീടമായ താജു സ്വലാത്തുണ്ട്. ഒരു 4 വർക്കെങ്കും അത് ചൊല്ലണോ. ഫാത്തിഹ സ്വലാത്തുണ്ട്, തിബ്ബു സ്വലാത്തുണ്ട്, നാരിയത്തു സ്വലാത്തുണ്ട്. അങ്ങനെ സ്വല്ലല്ലാഹ് എത്ര സ്വലാത്തുകളാണ്. ഇതിലേതെങ്കിലും ഒരു സ്വലാത്ത് മിനിമം ഒരു 400 വട്ടെങ്കും ചൊല്ലുകോ. താജു സ്വലാത്ത് ഒരു 4 വർക്കെങ്കും ചൊല്ലുകോ. ഞങ്ങൾ ശ്രമിക്കണം. ആർക്ക് വേണ്ടിയിട്ട്? നന്റെ ആക്കിവത്തുക്ക് വേണ്ടിയിട്ട്, നന്റെ വിജയത്തുക്ക് വേണ്ടിയിട്ട്. നാളെ മരിക്കട നേരത്തിൽ മുത്തുനബി നന്റെ മുട്ട വന്നിട്ട് സമാധാന ചൊല്ലുക വേണ്ടിയിട്ട്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അശ്റാകൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അപ്പോൾ എല്ലാ സ്വലാത്തും സ്വലാത്ത് ഏത് വേണമെങ്കാവട്ടെ ആ സ്വലാത്ത് ഞങ്ങൾ ഞങ്ങൾ ഫിക്സ് ആക്കണം. ഏതും ആവാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. അതാ ഏതെങ്കിലും ഒരു സ്വലാത്ത് ഒരു നാളിൽ ഈ നേരത്തിൽ നാണ് ചൊല്ലുക. തീരുമാനിച്ചാൽ ചെന്നിട്ട് ഈ മജ്ലിസിന് പോകുമ്പോൾ തീരുമാനം എടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മിനിങ്ങളെ പിർസബെക്കട എന്തിരേക്കുണ്ട് കേക്കട ഒരുപാട് ആളുമാറുള്ളാറ്. മുത്തുനബിക്ക് വേണ്ടിയിട്ട് പിർസബെക്കട എന്തിരേക്ക് മുത്തുനബിയെ എന്തിരേക്ക് വേണ്ടിയിട്ട് സ്നേഹിക്കണുണ്ട് കേക്കട ആളുമാറ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഒരായത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ.
മുത്തുനബിയുടെ സ്നേഹിക്കുള്ള കാരണം, മുത്തുനബിയുടെ പിരിസബിക്കുള്ള കാരണം, ആ മുത്തുനബി ലോകത്തുക്ക് റഹ്മത്താണ്. എത്രമാത്രം റഹ്മത്ത് ചെയ്തിരുന്നെങ്കിൽ അത് മനുഷ്യന്മാരൊട്ടിക്ക് മാത്രമല്ല, മൃഗങ്ങളൊട്ടികയും പക്ഷികളൊട്ടികയും മരങ്ങളൊട്ടികയും കല്ലറൊട്ടികയുമെല്ലാം മുത്തുനബിക്ക് പിരിസയിച്ച്. അപ്പണിക്കൊരു ചോദിക്കൂ, മനുഷ്യന്മാർട്ടൊക്കെ മൃഗങ്ങളിട്ടികൊക്കെ മരങ്ങളിട്ടും കല്ലുങ്ങളിട്ടിക എങ്ങനെയാണ് പിരിശ? അതല്ലേ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിയോണ്ടിന്നെ മിമ്പർ കുന്തില്ലേ, മരത്തിലുണ്ടാക്കണതല്ലേ, മറ മുറിച്ചിട്ട് അത് മറ ചത്തിട്ട് എത്ര വർഷമായിട്ട് അത് ഉണങ്ങിയിട്ട് അതിക്ക് എണ്ണ തെച്ചിട്ട് എല്ലാം ആയാലും പിന്നെയാണ് മിമ്പർ അവിടെ. ആ മിമ്പറിൽ ഓതിയോണ്ടിന്നെ നബി ഒരു സ്വഹാബി പുതിയ മിമ്പർ കൊടുത്തപ്പോ മുത്തുനബി പല മിമ്പറിൽ മാറ്റിവെച്ചിട്ട് പുതിയ മിമ്പർക്ക് പറ്റിയിട്ട് ഹുതുബ ഓതിച്ച്. പുതിയ മിമ്പർക്ക് ഹുതുബ ഓതക്ക് വേണ്ടിയിട്ട് അള്ളാന്റെ റസൂല് കാല് വെച്ച ഉടനെ ഒരു ആള് ബുൾപുട്ടത് പോലെ കേക്കിട് കിസ്ങ്ങിട്ട് ഇങ്ങനെ ബുൾപുട്ടോണ്ടുണ്ടു, തേങ്ങിട്ട് ബുൾപുട്ടോണ്ടുണ്ട്, ആറിട്ട് കൊന്തായോണ്ടില്ല. 4 ഭാഗത്തേക്ക് നോക്കുമ്പം ആരും കാണ്ടില്ല. അവസാനം സൗണ്ട് പണ്ട് ജാഗര പോയിട്ട് ശ്രദ്ധിച്ച് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നാണിണ്ട് ഹുതുബ ഓതര വേണ്ട ചെന്നിട്ട് മാറ്റിവെച്ച അള്ളാന്റെ റസൂലിന്റെ പഴയ മിമ്പറുണ്ടല്ലേ, ആ മിമ്പർ ബുൾപൂട്ടോണ്ടുണ്ടോ? അള്ളാന്റെ റസൂല് കേക്കിട് എന്തായി തിനിക്ക. ആ സമയത്ത് ആ മിമ്പർ ചൊല്ലുടെ, യാ റസൂലല്ലാഹ്, ഇതുവരെ നിങ്ങൾ 2 നെഞ്ഞിര മേലെ പറ്റിയിട്ടല്ലേ നിങ്ങൾ ഹുതുബ ഓതിയോണ്ടിരുന്നത്? നിങ്ങളുടെ കാല് സ്പർശയെത്തുമ്പോഴൊരു സമാധാനം ഇണ്ടില് പിന്നെ നിങ്ങൾ 2 ദൂറാക്കിയാറ്, ഇണ്ടില് പിന്നെ 2 മേലെ നിങ്ങൾ പത്തോകില്ലല്ലേ നബിയെ? നാണിനി കേൾക്കുകയില്ലാത്തവണായി പോയല്ലേ നബിയെ? നാണൊരു നിസ്സാരനായാലല്ല നബിയെ? ചെന്നിട്ട് നിർജീവമായ ജീവയില്ലാത്ത ഒരു വസ്തു മുത്തു നബിയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് പിർസത്തിന് വേണ്ടിയിട്ട് ബുൾപുട്ടിട്ട് അള്ളാന്റെ റസൂലിട്ടിക്ക് ചൊന്നിട്ടിന്നെങ്കിൽ അതാണ് അള്ളാന്റെ റസൂലിന്റെ മോചിസത്ത്. ഏത് വസ്തുവും അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വരും. ഒരു സ്വഹാബത്ത് വന്നിട്ട് ചൊന്തു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയെ നക്കൊരു മോചിസത്ത് കാട്ടണം നബിയെ, നക്കൊരു മോചിസത്ത് നിങ്ങൾ കാട്ടണോ? അപ്പൊ അള്ളാന്റെ റസൂൽ കേട്ടിട്ട് നിങ്ങൾക്ക് ഇനിയും വിശ്വാസമായിട്ടില്ലേ? മോചിസത്ത് കാട്ടണം ചൊല്ലുമ്പോൾ കേട്ടു, നിങ്ങൾക്ക് ഇനിയും എൻ്റെ വിശ്വാസം വന്നിട്ടില്ലേ? അപ്പം അയാൾ ചൊല്ലൂടി, ഇല്ല നബിയെ വിശ്വാസമുണ്ട്, നൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി, നൻ്റെ മനസ്സുകൊരു സമാധാനത്തിന് വേണ്ടി ഒരു മോചിസത്ത് കാട്ടണോ? ഉടനെ അള്ളാന്റെ റസൂൽ ചെന്തു പള്ളിയുടെ അപ്പുറത്തുള്ള മരത്തെ പോയിട്ട് വിളിച്ചോണ്ട് ബണാബിലിക്കിരെ ചൊല്ലുവന്നു. സുബ്ഹാനല്ലാഹ്, സ്വഹാബിക്ക് അത്ഭുതമായിപ്പോയി. അയാളൊരു ചെറിയ ഒരു മോചിസത്താണ് കാട്ടകു ചെന്നിച്ച്, പക്ഷെ ഇത്രയും വലിയൊരു മോചിസത്താണ്. അയാൾ നേരെ പോയി മുത്തുനബി ചെന്നതായ ആ മരത്തെ മുട്ട പോയിട്ട് ചെന്നു, മുത്തുനബി നിന്റെ വിളിച്ചോണ്ടു. ഉടനെ ആ മരം പേരോടെ പൊരിഞ്ഞിട്ട് വന്നിട്ട്, ലബ്ബൈക യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, ഈ വിനീതൻ ഉത്തരം ചെയ്ത നബിയെ, എന്താണ് നബിയെ ചൊല്ലുള്ളത് കേട്ട് മുത്തുനബിയുടെ മുന്നിൽ വന്ന് സലാമു ചൊന്തൂറും മരം. ഇങ്ങനെ അള്ളാന്റെ റസൂലുടെ പിറസബിക്കാത്ത ഒരു ജീവിയും ലോകത്തിലില്ല. അതുകൊണ്ട് ഈ ലോകത്തേക്ക് വന്നത് മുത്തുനബി റഹ്മത്താണ്, ഒരു ചരിത്രനാണ് നിങ്ങൾക്ക് ചൊല്ലുടെ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇതാ മദീനത്തിൽ ഖബർ സിയാറത്താക്കുമ്പോ, ഖബർ സിയാറത്തായിക്കൊണ്ടിരിക്കുമ്പോ ഉടനെ അവർ ഖബറിൽ നിന്നിട്ടൊരു ശബ്ദം കേൾക്കട്. ഉടനെ മുത്തുനബി ഖബറിൽ നിന്നൊരു ശബ്ദം കേൾക്കട്, അല്ലമാൻ 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 ബിഅസാബില്ലാഹ് യാ റസൂലല്ലാഹ്. നബിയെ നന്നെ രക്ഷപ്പെടുത്തോ നബിയെ, നന്റെ രക്ഷപ്പെടുത്തോ നബിയെ. നന്റെ ഒരുപാട് ഖബറിൽ അദാബായോണ്ടുണ്ടോ, ഒരുപാട് ശിക്ഷ ആയോണ്ടുണ്ടോ. യാ റസൂലല്ലാഹ്, നക്കൊന്നു രക്ഷ ഉണ്ടാക്കൊരു നബിയേ. ഈ ചരിത്രം എവിടുണ്ടുണ്ട് കേൾക്കണ്ട. മഹാനായ മഖ്ദൂം തങ്ങള് തൻ്റെ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ സംഭവമാണിത്. ആ ശബ്ദം കേട്ട ഖബർ എവിടേക്ക് പോയപ്പോ ആ ഖബറാണ് ആരെന്ന് നബി തങ്ങൾക്ക് കൊന്നില്ല. ഉടനെ അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചൊല്ലടോ, മദീനത്തെ ടൗണിക്ക് പോയിട്ട് ജോറ് ശബ്ദത്തിൽ നീ ചൊല്ലണോ, എല്ലാ ആളുമാറും അങ്ങനെ കുടുംബത്തങ്ങളെ ഖബർ സിയാറത്താക്കുക പറഞ്ഞു എന്നുള്ള ഒരു കൽപ്പന നിങ്ങൾ ചൊല്ലണോ. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലോടൊക്കെ പോയിട്ട് ഒരു അനൗൺസ് ആക്കിട്,
നാളെ എല്ലാവരും നിങ്ങളെ കുടുംബത്തങ്ങളെ ഖബർ സിയാറത്താക്കുക പറഞ്ഞു. മുത്ത് നബിയുടെ ഓർഡറാണ് ഉണ്ട്. ചെന്നപ്പോ എല്ലാ ആളുമാറും അങ്ങനെ കുടുംബത്തങ്ങളെ ഖബർ സിയാറത്താക്കുക, ഖബറുടെ മൈതാനത്തേക്ക് പണ്ടാറ്. പക്ഷേ ശബ്ദം കേട്ട ഖബറുടെ മുട്ട ഒരാളും പണ്ടത് കണ്ടില്ല. അള്ളാന്റെ റസൂൽ റഹ്മത്തല്ലേ, മുത്തുനബിക്ക് ബേജാറായോണ്ടുണ്ടോ ആരാണ് ഈ മരിച്ചാള്, എല്ലാവരും സിയാറത്താക്കിയിട്ട് പോയാറ്. ഈ ഖബറാലിയുടെ മുട്ട ആരും പണ്ടത് കണ്ടില്ല. എന്നാലും നബി തങ്ങ് പോയില്ല. തെല്ലിനേറെ വൈറ്റാക്കി നോക്കിയത് ആരെങ്കിലും ഭണ്ടാര നോക്കുമ്പോ ഒരു വയസ്സായ ഉമ്മ നടന്നോട്ടും തെച്ചോണ്ടും വയസ്സായത് കൊണ്ട് നടക്കുക തീരില്ല. തെല്ലിനേറെ തെക്കിട് തെല്ലിനേറെ നടക്കിട് ഇങ്ങനെ പറന്നോണ്ട് ഒരു ഉമ്മ വന്ന് ആ ഖബറിന്റെ മുട്ടത്ത് കാണാ ഉമ്മ പോയത്. ഉടനെ അള്ളാന്റെ റസൂല് കേക്കടയാ, ഉമ്മ ഇതാരുടെ ഖബറാണ് ഉമ്മ? ഉമ്മ ചൊല്ലടോ, യാ റസൂലല്ലാഹ് ഇബ്നീ, നന്റെ മോന്റെ ഖബറാണ് നബിയേ. അള്ളാന്റെ റസൂല് കേക്കടയാ, ഉമ്മ നിങ്ങൾക്കും നിങ്ങളെ മോണുക്കും ഇടയിലുള്ള ബന്ധം എങ്ങനെയാണ് ഉമ്മ? നിങ്ങളെ മോണും നിങ്ങൾ ജീവിച്ചോണ്ടിരിക്കുമ്പോ ഏത് നിലക്കാണ് ജീവിച്ചത് ഉമ്മാണ്ട് കേൾക്കുമ്പോ ഉമ്മ ചൊല്ലടോ, നബിയേ നന്റെ മോന്റെ ടിക്കണക്ക് നല്ല പിറുസയിന്ത് നബിയേ, നല്ലോണം പിറുസയിന്ത്. ഒരു നാല് നന്റെ മോണ് കല്ല് കുടിച്ച് വന്നിട്ട് നക്ക് നല്ലോണം അടിച്ച നബിയേ. ആ ഒരു നൊമ്പല നന്റെ മനസ്സിൽ പോയോണ്ടില്ല. നന്റെ മോണ് നക്ക് അടിക്കുക തീറാൻ തല്ലേ, നന്റെ മോണ് നക്ക് അടിച്ച അതൊരു നൊമ്പലിനെ കൊണ്ടുകൊണ്ട് ചെന്നപ്പോ അള്ളാന്റെ റസൂല് ചൊല്ലുടിയാ, ഉമ്മ അയിത്തല്ലേ ഉമ്മ, നിങ്ങളെ മോണ് മരിച്ചിട്ട് പോയിടല്ലേ, ഒന്ന് മാഫാക്കി കൊടുക്കറു ഉമ്മ. ആ സമയത്ത് ഉമ്മ ചൊല്ലുടയില്ല, നബിയെ നന്റെ മനസ്സ് സമ്മതിക്കില്ല, നക്കത്ര മാത്രം നൊമ്പല തന്നിറവണു. നാ നേരെ പിരിസ വെച്ച മോണ് നക്ക് നൊമ്പല തന്നത് നക്ക് മറക്കുകയില്ലാണ്ട് ചൊല്ലുമ്പോ മുത്തുനബി കുറെ വട്ട റിക്വസ്റ്റ് ആക്കിയിട്ട് അവസാനം അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് ആ ഖബറിൽ കേട്ടോണ്ടുള്ള ശബ്ദം ആ ഉമ്മകും കേപ്പാട്ടട്. അല്ലാഹുവിന്റെ റസൂല് എന്താണ് ആ ഖബറിൽ മോണ് ചെന്നോണ്ടുള്ള അല്ലമാനു ബിഅസാബില്ലാ, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നക്കൊരു രക്ഷ തരൂ. മോന്റെ ശബ്ദം കേട്ടപ്പോ ഉമ്മകു പൊട്ടിക്കറയുക പണ്ട്, ജോറ് പുൽപ്പുടകു പണ്ട്. ആ മോന്റെ ശബ്ദം പിന്നെയും കേക്കട്, യാ റസൂലല്ലാഹ് അന്നാറു ഫിൽ യമീനി വശിമാൽ, നബിയേ നന്റെ ബലഭാഗത്തും നന്റെ ഇടഭാഗത്തും, വഫൗകി വതഹ്തി നന്റെ മേൽഭാഗത്തും നന്റെ കീഴ്ഭാഗത്തും തീയാള് നിറഞ്ഞിട്ടുണ്ട് നബിയെ. ഒന്ന് രക്ഷക്ക് വേണ്ടിയിട്ട് ദ്വാരക്കൊരു നബിയെ. മോന്റെ പുൽപുട്ടിന്റെ ശബ്ദം കേട്ടപ്പോ ആ ഉമ്മ പുൽപുട്ടിട്ട് ചൊല്ലു, യാ റസൂലല്ലാഹ് നന്റെ മോണുക്ക് നാണ് എല്ലാം പുറത്തു കൊടുത്ത നബിയെ. നോക്കൊരു ഏതോ ഒരു ചെറുക്കു വേണ്ടിയിട്ട് മുത്തുനബിക്ക് വേണമെങ്കിൽ കൈവിട്ടിട്ട് പോവാത്ത മാഫാക്കില്ലെങ്കിൽ അത്ര പോയാറ് പോറു ചെന്നിട്ടു പോവാൻ. പക്ഷേ ഇല്ല, എൻ്റെ ഉമ്മത്താണ്, നന്റെ ഉമ്മത്താണിത്, അവന് കഷ്ടാനുഭവിക്കണത്, നാണ് കഷ്ടാനുഭവിക്കണത് പോലെ എന്ന് ഓർത്തു. ലോകത്തിന്റെ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉമ്മ മാഫ് കൊടുക്കലോടുകൂടെ ആ ഖബറിലുള്ള ശബ്ദം സ്റ്റോപ്പായി പോയിട്ട്, അതുവരെ ബൊബിട്ടോണ്ടിനെ മോന്റെ ശബ്ദം സ്റ്റോപ്പായി പോയിട്ട്. അതാണ് ലോകത്തിന്റെ നേതാവ്, എല്ലാരോടും റഹ്മത്ത് കാട്ടിയ, എല്ലാരോടും വാത്സല്യം കാട്ടിയ ലോകത്തിൻ്റെ നേതാവ്. ഈ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ് ഞങ്ങളുടെ കൂടിയത്. വാർഷികാക്കെങ്ക് മയ്യാവല, എല്ലാ നാളും ഞങ്ങൾക്ക് വാർഷികാവണു. സ്വലാത്ത് ചൊല്ലുക വേണ്ടിയിട്ട് എല്ലാ നാളും ഞങ്ങളുടെ ജീവിതത്തിൽ വാർഷികമേ ആയിട്ടിക്കണോ. ഒരു നാല് പോലും സ്വലാത്തില്ലാത്ത നാലാവുക തീറാ. മിനിങ്ങളെ ഞങ്ങളൊരു ആഗ്രഹമല്ലേ, മുത്തുനബിയുടെ കിണാവുലൊന്ന് കാണണോ അല്ലേ? മുത്തുനബിയുടെ കിണാവുൽ കാണണ്ട ആഗ്രഹിക്കാതെ ആരും കൊണ്ടാ? എല്ലാവർക്കും ആശയുണ്ട്. അതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്കിരബ്ബ, അതില്ല. മുത്തുനബിയെ കാണുകൊള്ള ഒരേ ഒരു തീർവ് എന്താണ്? സ്വലാത്ത്. സ്വലാത്ത് അധികരിപ്പിക്കുക, നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക, നല്ല സ്വഭാവത്തോടെ ജീവിക്കുക. ഇങ്ങനെ ജീവിച്ച മുത്തുനബിയെ കാണുക ഒരു തടസ്സവും ഇല്ല. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മുത്തുനബിയെ കണ്ടെങ്ങാറും ആലിമിങ്ങ മാത്രമല്ല, ഔലിയാക്കൾ മാത്രമല്ല, മീൻ വിക്കടങ്ങ കണ്ടെങ്ങുള്ളാറ്, കല്ല് പൊറുക്കിടവണ് കണ്ടവനുള്ള അല്ലേ, തോട്ടത്തിൽ സ്വരെടുക്കണമെന്ന് കണ്ടവനുള്ള. എന്തേ? അവൻ്റെ സ്വഭാവം, അവൻ്റെ ബായിൽ എപ്പോഴും ഉള്ള മുത്തുനബിയുടെ സ്വലാത്ത്. എത്ര ഞങ്ങൾക്ക് ഉസ്താദ് എത്രയോ സംഭവം ചൊന്നതുണ്ട്. നിസ്സാരമായിട്ട് കണ്ടുകൊണ്ടുള്ളെങ്കിൽ ആളുമാർ
താന്ന സ്വറാക്കിക്കൊണ്ടുള്ള താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ദൃഷ്ടിയിൽ ഈ തോട്ടർ സ്വറാക്കണമെങ്കിലെല്ലാം സംബന്ധിച്ചോട് നിസ്സാരമായൊരു സ്വറാണ്ടാണ് ചൊല്ലി. സ്വറ മോശമല്ല, അവൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് അങ്ങ് ചൊല്ലി. അങ്ങനെയാണ് അങ്ങനത്തെ ആളുമാർ ഉസ്താദിരട്ട വന്നിട്ട് മുത്തനബിയെ കണ്ട സ്വപ്നം ചൊന്നെങ്കിൽ എത്രയോ ചരിത്രം വിശ്വസിക്കാനാവില്ല. നമുക്ക് അള്ളാഹിന്റെ റസൂലിനെ കാണുക ആലിമാവനുണ്ടില്ല, അവൻ ആരിഫാവനുണ്ടില്ല, അവന് വലിയാവനുണ്ടില്ല. അവന്റെ സ്വഭാവം ഒന്ന് നല്ലാക്കിയിട്ട് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചോ മരിക്കറേക്ക് മുന്നോള് മുത്തുനബിയുടെ കാണുക സാധിക്കും, സംശയമില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് തൻ്റെ പിരിസത്തെ ഉമ്മമാരെ ഒരുപാട് നേരം ജാവുക മൊബൈൽ നോക്കിയിട്ടും ഒരുപാട് സീരിയലുകളും ഒരുപാട് റീൽസുകളും ഒരുപാട് ഫിൽമുകളും കണ്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങട നന്റെ ഉമ്മ നന്റെ സഹോദരാ, എപ്പെങ്കിലും നീനൊന്ന് കിടന്നുറങ്ങുമ്പോ മുത്തുനബിയുടെ ഹുബ്ബത്തുൽ ഖദ്റാ പരിശുദ്ധമായ മദീനയിൽ കിടന്നുറങ്ങടെ. മുത്തുനബിയുടെ റൗളയുടെ മേലുള്ള ആ പച്ചക്കുബ്ബ നിന്റെ ഹൃദയത്തിലൊന്ന് വന്നറ മുഅ്മിനെ. നീന് കിടന്നുറങ്ങുമ്പോ രണ്ട് കൈയും ഉയർത്തിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്. ഇങ്ങനെ സലാത്തും സലാമും ചൊന്നിട്ടോ മനസ്സിലെ പ്രേമം കൊണ്ടിട്ട്, മനസ്സിലെ ഇഷ്ക് കൊണ്ടിട്ട്, മനസ്സിലെ ലവ് കൊണ്ടിട്ട് ആ മദീനത്തേക്ക് നിന്റെ മനസ്സിലെനിക്ക് എത്തുവാട്ടോ സാധിച്ചിറാ മുഅ്മിനേ. അണ്ടത്തെ നിന്റെ ജാവുടെ വറക്ക്, അണ്ടത്തെ നിന്റെ ജാവുടെ വറക്ക് നീ ഉറങ്ങിയ വറക്കിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഹൈറായ വറക്കായിട്ടിക്കും മുഅ്മിനേ. അതേ ബദലക്ക് ഏതോ ഹറാമിയത്തിന്റെ ഏതോ ഹറാമായ വീഡിയോസുകൾ കണ്ടിട്ട് നിന്റെ ശരീരത്തിന്റെ വികാരങ്ങള്, നിന്റെ ശരീരത്തെ ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുക വേണ്ടിയിട്ട് ഏതോ മനുഷ്യന്മാർ യൂട്യൂബിലും ഗൂഗിളുകളിൽ നിറച്ചു വെച്ചെങ്കത്തെ ഹറാമായ വീഡിയോസ് കണ്ടിട്ടാണ് നീ ഉറങ്ങിടുക. നിക്ക് ഹറാമാക്കി ചെറുക്കടട്ടിക്ക് മുണ്ടിട്ട് മെസ്സേജ് ആക്കിയിട്ട് നീ കിടന്നുറങ്ങിടുങ്ക. ഏതോ ഒരു പെണ്ണിട്ട് ചാട്ടാക്കിയിട്ട് നീ കിടന്നുറങ്ങിടുങ്ക. നിന്റെ പിരിസത്തെ ബാലക്കാറ ആ വറക്കില് നീനൊന്ന് മരിച്ചു പോയെങ്കിൽ അല്ലാ മുത്തുനബിയെ മുന്നോള് നീന് എങ്ങനെ നിൽക്കുക നിന്റെ ബാലക്കാറ? മുത്തുനബിയെ ഓർത്തിട്ടാണോ നീന് മരിച്ചത്? മുത്തുനബിയെ നടപ്പാക്കിയിട്ടാണോ നീന് പറഞ്ഞത്? മുത്തുനബിയുടെ സ്മരണയോടാണോ നീന് പറഞ്ഞത്? ആ വറക്കിലാണോ നീന് മരിച്ചതെങ്കിൽ മുത്തുനബിയുടെ മുട്ട ധൈര്യത്തിൽ നമുക്ക് നിൽക്കാം. നേരെ മരിച്ചിട്ടാണെങ്കിൽ സുബ്ഹാന ജല്ല, എങ്ങനെ മുഅ്മിനെ എൻ്റെ മുത്തു ഹബീബിന് അള്ളാന്റെ റസൂലുടെ മുഖത്തേക്ക് നോക്കും? ഏതോ ഹറാമായ വീഡിയോ കണ്ടിട്ടല്ലേ മരിച്ചത്. ഈയിടക്ക് നിങ്ങൾക്ക് സംഭവം കേട്ടതാണ്. ഒരു യുവാവ് തൻ്റെ ചങ്ങായിമാരൊട്ടിಗೆ ഫിൽം നോക്കുക വേണ്ടിയിട്ട് ഫിൽം ടാക്കീസുക പോയി. സുബ്ഹാനല്ലാഹ്, ഇക്കൂട്ടത്തിൽ ടാക്കീസ് പോയിട്ട് ഫിൽം കാണ്ടങ്ങ് ഉള്ളാറാണൊക്കെ കൊന്തില്ല. അല്ലാഹു ആലം, സൂക്ഷിക്കണേ നന്റെ പിരസത്തെ ബാലക്കാറ. ചങ്ങായിമാരൊട്ടിಗೆ ജോലിയാക്കിയിട്ട് ഫിൽം നോക്കുക പോയ തൻ്റെ കൂട്ടുകാരൻ അതാ ഇടയിൽ വെച്ചിട്ട് ഇന്റർവെൽ എന്ന് ചൊല്ലുന്ന ഒരു സംഭവം നടക്കുമ്പോ ആ ബാലക്കാറ എനിക്കിടത് കാണില്ല. തൻ്റെ ഒട്ടിಗೆ വന്ന ഒരു ബാലക്കാറ എനിക്കിടത് കാണില്ല. എന്തേന്ന് തട്ടി നോക്കുമ്പോ അയാള് മുണ്ടില്ല. യാ അല്ലാ, മരിച്ചിട്ട് ഗണ്ടല് മേലായിട്ടുണ്ട്, മയ്യത്ത് മറകെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാ, എങ്ങനെയാണ് മയ്യത്തിനെ നിങ്ങൾ കൊണ്ടുപോയത് കൊണ്ടുണ്ട? ഒരു മനുഷ്യൻ കുർസിൽ തെച്ചിട്ടിക്കുമ്പോ എങ്ങനെയാണോ വയത്തിയിട്ട് കൊണ്ടുപോണ്ടത് ആ നിലക്കാണ് അവന്റെ മയ്യത്ത് കൊണ്ടുപോയത്. റബ്ബേ, നിന്റെ ഹളറത്തുക്ക് പറയുമ്പോ ഈ നിലക്കാണ് ഹളറാവുടെങ്കിൽ എന്താണ് റബ്ബേ നമുക്ക് ചൊല്ലുള്ളത്? اللهم رب هذه دعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وحتى وارزقنا شفاعته. എല്ലാം ബാങ്കിയുടെ ശേഷം ഞങ്ങൾ ദ്വാരക്കട ദ്വായല്ലേ. യാ അല്ലാഹ്, മുത്തു നബിയുടെ ശഫാഅത്തിൽ ഞങ്ങളെ കൂട്ടല്ലാഹ്. ഈ നിലക്ക് മരിച്ചു പോയെങ്കിൽ
എങ്ങനെ ഞങ്ങൾക്ക് മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടും മുഅ്മിനെ? അല്ലാഹുവേ നീ കാത്ത് സലാമത്താക്കണേ അല്ലാ. അതുകൊണ്ട് നിന്റെ പിരുസത്തെ പാലക്കാറ ഏത് നേരത്തും മുത്തുനബി ഹൃദയത്തിനുണ്ടാവണം, ഏത് നേരത്തും സ്വലാത്ത് ഉണ്ടാവണം. ഫ്രീ ഉള്ള എല്ലാ ടൈമിലും നിന്റെ ബായിൽ വരട്ടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറക്കണ്ട, മറന്നു പോകരുത്. ഒരു നേരത്തെ നീ ചോറ് മറന്നു പോയെങ്കും, ഒരു നാളുടെ നിന്റെ ഭക്ഷണം നീ മറന്നു പോയെങ്കും, മറന്നു പോണു തീരാത്ത ഒരു കാര്യം സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈച്ചിട്ട് തെച്ചങ്കാറ് ഗൊന്താവൂല, ദാഹിച്ചെങ്കണിക്ക് മാത്രമേ ഗൊന്താവൂ. നീന് നഷ്ടപ്പെട്ടു പോണതെന്തുമില്ല, നിക്ക് നഷ്ടപ്പെടുകയെന്തുമില്ല. പക്ഷേ സ്വലാത്തില്ലാത്ത ജീവിതമായി പോയെങ്കിൽ ദുന്യാവും നഷ്ടമാണ്, ആഖിറവും നഷ്ടമാണ്. അതുകൊണ്ട് മുഅ്മിനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് ഞങ്ങളെ നന്മ മാത്രം ഓർത്ത എവിടത്തോള് അള്ളാനെ കാണുക വേണ്ടിയിട്ട് പോയ തിങ്കളല്ലേ ഈ റജബ് അല്ലേ? എന്റെ ഉസ്താദ് ജുമയിൽ ചെന്നിട്ടുണ്ടാവും അല്ലേ? ഈ തിങ്കൾ ഏത് തിങ്കളാണ്? ശുദ്ധമായ റജബ്, പരിശുദ്ധമായ മിഅ്റാജ് നടന്ന സംഭവമാണ്. അള്ളാനെ കാണുക പോയപ്പോ ആദ്യമായിട്ട് കാണുമ്പോ സംസാരിച്ച പലകേന്ദ്രേ അള്ളാനൊട്ടിയ മുണ്ടിയ പലകേന്ദ്ര മുഅ്മിനെ ഞങ്ങൾക്ക് ദുന്യാവുടെ മറപ്പാട്ട കാര്യമാണ് സ്വർഗം അല്ലേ? സ്വർഗം കാണുമ്പോൾ ഞങ്ങൾക്ക് എന്ത് മറന്നു പോവും? ദുന്യാവ് മറന്നു പോവും. അള്ളാഹുടെ കാണുമ്പോൾ എന്ത് മറന്നു പോവും? ചൊല്ലർ മുഅ്മിനീങ്ങളെ, അള്ളാഹുടെ കാണുമ്പോൾ എന്ത് മറന്നു? സ്വർഗം. മൗലായ സ്വല്ലി വസൽ ഒന്നെണിക്കൊരല്ലാർ മൗലായ സ്വല്ലി വസൽ ലിംദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മൗലായ. നാണ് ചെമ്മനാരൻ ഇന്ത്യക്കായിട്ട് നിങ്ങൾ നിപ്പാട്ടിയല്ലോ, അതൊരു ചേഞ്ചസ് ആകും വേണ്ടിയിട്ട്. അള്ളാഹുടെ കാണുമ്പോൾ സ്വർഗം മറക്കും. ഞങ്ങൾ എപ്പം ദ്വാരക്കടെന്തരേ സ്വർഗത്തിൽ, ഏത് സ്വർഗത്തിൽ? ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്നു അല്ലേ? എപ്പം ദ്വാരക്കുമ്പോൾ അതേ ദ്വാരക്കും. ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്നു, അങ്ങനെ ദ്വാരക്കും. കാരണം എന്തേ? ഫിർദൗസിൽ പോയാൽ ആരട്ടിയെ കൂടും? മുത്തുനബി ഒരട്ടിക്ക് കൂടും. മുത്തുനബി ഒരട്ടിക്ക് കൂടിയെങ്കിൽ ആരെ കാണാൻ സാധിക്കും? അള്ളാഹുടെ ലിക്കാട് കാണുമ്പോൾ സാധിക്കും. അപ്പൊ സ്വർഗത്തെ കാണുമ്പോൾ ദുന്യാവും മറന്നു, അള്ളാഹുടെ കാണുമ്പോൾ സ്വർഗം മറന്നു. അങ്ങനത്തെ വലിയൊരു നിഅമത്താണ് അള്ളാഹിന്റെ ലിക്കാവ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അപ്പൊ സ്വർഗത്തെ ആഗ്രഹിക്കണ്ട, നിങ്ങാറും സ്വർഗം കിട്ടണമെന്നിട്ട് ആഗ്രഹിക്കണ്ട. ആരെ കാണുക ആഗ്രഹിക്കറോ? അള്ളാഹുടെ കാണുക ആഗ്രഹിക്കും. കാരണം എന്തേ? സ്വർഗം ബെടഞ്ഞിട്ട് പോകേണ്ട സാമാനാണ്. സ്വർഗം എന്താവും? നമുക്ക് ബെടഞ്ഞിട്ട് പോകണ്ട. കാരണം വേണ്ടി എത്ര കിട്ടുന്ന ജാഗയാണ് ഏത്? സ്വർഗം. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ബിയാരിക്കുമ്പോൾ കിട്ടുമെങ്കിൽ ജാഗ ഞങ്ങൾ ചെമ്മനാരെ നിൽക്കണമാ? ഇല്ല, ബിരിയാണി അല്ലേ? മനുഷ്യക്ക് ബിരിയാണി ചൊല്ലുമ്പോൾ മുഖ കെട്ടിട്ടായിട്ട് ഇനി അൽഫാമ മന്തി ചൊല്ലണുണ്ടില്ല. എല്ലാം മൊത്തം മന്തിക്ക് ഇപ്പോൾ ബലമേ ഇല്ല അല്ലേ? ഏത് ജാഗയിൽ പോയി എന്തെങ്കിലും ഒരു മന്തി ആക്കിയാ പറയാൻ. ഞങ്ങൾ ഇന്നലെ കഞ്ഞി മുള ഉണ്ടല്ലോ ചെന്ന അങ്ങനെ ഇപ്പം മന്തി എന്തെങ്കിലും മന്തി ആക്കിയിട്ടുണ്ടേ. അത്ര ഒരു നിസ്സാരായി പോയിട്ട് ബെടഞ്ഞിട്ട് മനുഷ്യൻ. ഇതാണ് സ്വർഗം. ഒരുപാട് കിട്ടുമെങ്കിൽ ജാഗയാണ് സ്വർഗം. സ്വർഗം ബെടഞ്ഞു പോകും. എന്നാൽ സ്വർഗത്തെ മറപ്പാട്ടെങ്കിൽ ഒരു കാര്യമാണ് ലിഖാ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ലിഖാ ആണ്. നന്റെ റബ്ബുടെ കാണ്ടത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ റബ്ബുൽ ഇസ്സത്തായ പടച്ചോനെ കാണുമ്പോ മുത്തുനബി ചൊന്നവർ പല കണിക്ക് കൊന്തുണ്ട. അള്ളാഹു ചൊല്ലുടെന്ത്? അത്തഹിയ്യാത്തുൽ മുബാറകാതു സ്വലവാതു ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുത്തുനബിയുമായിട്ടുള്ള സംഭാഷണം നടത്തിയ ഉടനെ അള്ളാന്റെ റസൂല് കേട്ടെന്തിരെ കൊന്തുണ്ടാ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. യാ അല്ലാഹ്, പടച്ചവനെ നിന്റെ ഉമ്മത്തിനു മേലും നിന്റെ കരുണ വർഷിപ്പിക്കുക അല്ലാഹ്. എല്ലാത്തെയും മറന്നു പോണ്ടെങ്കിത്തെ, എല്ലാത്തെയും മറപ്പിച്ച് കലയിടെങ്കിത്തെ അള്ളാനെ കാണുമ്പോ പോലും
ഈ ഉമ്മത്തിനെ നടപ്പാക്കിയ ഒരു നേതാവുണ്ടെങ്കിൽ ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അത് മുത്തുനബി അല്ലാണ്ട് വേറാരാണ്? സഅദ് ഇബ്നു മസ്ഊദ് ലിഖിദ്മാത്തിൻ അലൈഹി, മഹാനായ അനസ് ഇബ്നു മാലിക് റിപ്പോർട്ടാക്കടെ ഹദീസിലുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആര് കൊണ്ടുണ്ട? മുത്തുനബിയുടെ മദീനത്തെ 10 വർഷത്തെ സേവകനാണ്, സ്വർത്ത ആളാണ് എന്നാണ് നിപ്പാട്ടൊക്കെ പോണ്ടേ. ഈ സംഭവം ചെന്നിട്ടാണ് നിപ്പാട്ട്. നമുക്ക് ദുആർന്ന് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുടു, മുത്തുനബി ചെരിപ്പൂരി വെച്ചെങ്ക് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പിടെ ഉള്ളകത്തേക്ക് രണ്ട് കൈയിടും. ആ ചെറുപ്പിടെ ഉൾക്കത്തേക്ക് രണ്ട് കൈയിട്ടിട്ട് ആ ചെറുപ്പിടെ അടിമേലാക്കിയിട്ട് തൻ്റെ നെഞ്ഞിക്ക് ഒത്തിയിട്ട് പിടിക്കും. യാ റസൂലല്ലാഹ്, മുത്തുനബിയോടുള്ള സ്നേഹമാണ് നോക്കൊരു മുഅ്മിനെ, നീ എന്തിനേക്ക് പിരിസവെക്കിടേണ്ട് ഈ മഹാന്മാരെ നോക്കിയിട്ട് പഠിച്ചോ. മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് തങ്ങളാണ് മുത്തുനബിയുടെ ചെരുപ്പിടുക കൈയിട്ടിട്ട് ആ ചെരുപ്പിടെ അടിമേലാക്കിയിട്ട് അതിനെ മണ്ണുങ്ങ തൻ്റെ നെഞ്ഞിക്ക് തട്ട പോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോ സ്വഹാബത്തൊരു ചോദ്യം കേക്കിട്, യാ മസൂദ്, ഇങ്ങനെ എന്തിനേക്ക് നിങ്ങാക്കടെ മസൂദ്, എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് കേൾക്കുമ്പോ സഅദ് ഇബ്നു മസ്ഊദ് ചെന്ന ഒരു പലക്കുണ്ട്. യാ സ്വഹാബ, ഈ ചെരിപ്പ് ചില്ലാര ചെരിപ്പല്ല, ഈ ചെരിപ്പ് സാധാരണ ചെരിപ്പല്ല, ഇത് വെറും ഒരു ചെരിപ്പായിട്ട് നിങ്ങൾ കാണേണ്ട കാരണം എന്തേ? അള്ളാഹുവിൻ്റെ നബിയായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുടെ പല കാര്യക്ക് വേണ്ടിയിട്ട് തൂരി സിനാ പർവ്വതത്ത് മുട്ട പോകുമ്പോ അള്ളാഹു ചൊല്ലുടെ ഒരു പലക്കൊണ്ട്, യാ മൂസ, ചെറുപ്പിട്ടിട്ട് 12 മൂസ, ചെറുപ്പ് മാറ്റിയിട്ട് വാ മൂസ. മൂസാ നബിയുടെ ചെരിപ്പൂറകു അതും എവിടെ? ഭൂമിലോകത്തിലുള്ള തൂരിസിന പർവ്വതത്തില് അള്ളാഹുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറമ്പാണ്. അള്ളാഹു ചൊല്ലുടത്, യാ മൂസ, ചെറുപ്പിട്ട് 12 മൂസ, ചെറുപ്പൊന്ന് മാറ്റിവെച്ചോ. അതേ റബ്ബുൽ ഇസ്സത്തായ ജല്ല ജലാലായ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവേ നിന്റെ സ്നേഹം മുത്തുനബിട്ടണിക്കുള്ള പിരിശ അത് അപാരമാണ് റബ്ബേ. ആ പിരിശ ഞങ്ങളെ ഹൃദയത്തിൽ നീട്ട് താ അല്ലാ. ആ മുത്തുനബിയോടുള്ള സ്നേഹം ഞങ്ങളെ ഹൃദയത്തിൽ നീ ഉറപ്പിച്ച് താ അല്ലാ. അതേ റബ്ബുൽ ഇസ്സത്തായ പടച്ചോണോ, അല്ലാഹുവിന്റെ റസൂല് മിഹ്റാജ് യാത്രയിലെ ബുറാഖ് എന്ന വാഹനത്തില് സയ്യിദുനാ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒട്ടിಗೆ ഏലാനാകാശവും കടന്നിട്ട് സിദ്റത്തുൽ മുൻതഹ മഖാം ചൊല്ലുടെ ജാഗേകെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലുടു, യാ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഇനി നിങ്ങൾ കടക്കുറു നബിയേ, നക്ക് പെർമിഷൻ ഇല്ല, നൻ്റെ എൻട്രി കൊടുത്തോലും മാത്ര, ഇതിരപ്പുറണക്ക് പെർമിഷൻ ഇല്ല. നോക്കൊരു മുഅ്മിനീങ്ങളെ, മലായിക്കങ്ങളുടെ നേതാവായ ആകാശ ലോകങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും കൊണ്ടുള്ള സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമുക്ക് പോലും അലൗഡ് ഇല്ലാത്തെങ്കത്തെ, പെർമിഷൻ ഇല്ലാത്തെങ്കത്തെ ഒരു ഏരിയ ഉണ്ടോ? ആ ഏരിയക്ക് അല്ലാഹു പെർമിഷൻ കൊടുത്ത ആർക്ക്? ലോകത്തിൻ്റെ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂൽ ആ ജാഗികെത്തിയപ്പോ ജിബ്രീൽ മാറി നിക്കട്. മുത്തുനബി മുന്നല് പോണത് പറത്താമ്പോ തൻ്റെ കാലിൽ ധരിച്ച ചെരിപ്പൊന്ന് ഊറകു വേണ്ടിയിട്ട് ശ്രമിക്കട്. കാരണം ജിബ്രീൽ വരെ പിന്തിരിഞ്ഞ ജാഗയല്ലേ, ഏറ്റവും മഹത്വമുള്ള ജാഗയല്ലേ. അതുകൊണ്ട് ചെരിപ്പൊന്ന് ഊറാമെന്ന് കരുതി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം അള്ളാന്റെ റസൂൽ ചെരിപ്പൂറകു ഭർത്താമ്പോ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് ചൊല്ലുടാ, യാ റസൂലല്ലാഹ് ലാ തഖ്ലഅന ഇലൈക്, നബിയേ ചെരിപ്പൂറണ്ട നബിയേ, ചെരിപ്പോടെ കടന്നു പറ നബിയേ,
എന്തൊരു ബഹുമാനമാണ്, എന്തൊരു ആദരവാണ്, എന്തൊരു വാത്സല്യാണ്, എന്തൊരു പിരിശാണ്. അല്ലാഹു മുത്തുനബിക്ക് കൊടുത്ത സ്ഥാനമെന്ത്? അങ്ങനത്തെ ജാഗിക്ക് പോയ ചെരിപ്പല്ലേ ഇത് സിമ്പിൾ ചെരുപ്പല്ല, ഇത് സാധാരണ ചെരിപ്പല്ല. അതുകൊണ്ടാണ് ഈ ചെരിപ്പിടെ നാണ് നന്റെ നെഞ്ഞോട് ചേർത്ത് വെക്കടെ ചെന്നിട്ട് മഹാനായ സഅദ് ഇബ്നു മസ്ഊദ്, ആ മസ്ഊദ് തങ്ങൾ ചൊന്ന രൂപമനുസരിച്ചിട്ട് മഹാനായ യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് ഒരു ചെരിപ്പിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. ആ ചെരിപ്പിടെ രൂപമാണ് മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്ന ആ ഒരു ചെരിപ്പിടെ രൂപം നാണും എൽദിയാ ചെന്നിട്ട് മഹാനായ നബ്ഹാൻ റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അപ്പൊ ഈ രൂപത്തിലെല്ലാം മുത്തുനബിയെ സ്നേഹിച്ചത് ഒറ്റൊരു കാരണമാണ്. എന്ത്? മുത്തുനബിയൊട്ടിക്ക് ജീവിക്കണം. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുടു, നാണ് ഒരു ഹദീസിനെ ഭയങ്കര ഇഷ്ടവെക്കിടാൻ ബച്ചിത്താ നിപ്പാട്ട് ദുആ എന്നിട്ട് പിരിയാ അവലെ മുത്തുനബിയുടെ ഒരു ഹദീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വഹാബത്ത് കേർത്തി ഏതത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹദീസ് ഈ ഹദീസ് ചെന്നിട്ട് മഹാനായ അനസ് തങ്ങൾ ചൊല്ലുടു, അന്ത മഅമൻ അഹബ്ബ, അന്ത മഅമൻ അഹബ്ബ. ഈ ഹദീസ് ഓർത്ത് വെച്ചോ, മരിക്കോളം നിങ്ങളെ മനസ്സിൽ മറക്കാണ്ട് അവിടെ തന്നെ സ്ഥിരപ്പെടുത്തിട്ട് വെക്കറൂ. സ്വഹാബത്തിനെ മഹാനായ അനസ് തങ്ങൾ ചൊല്ലുടു, അന്ത മഅമൻ അഹബ്ബ. നീനാരെയാണോ പിരിസവെക്കിടത്, നിന്റെ ഹൃദയത്തെ ഉൾക നീൻ ആരുകാണോ ഒന്നാമത്തെ സ്ഥാനം കൊടുത്തത്, നിന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ പിരിസാറുകാണോ ആ ലൊട്ടിಗೆ നീന് മഹ്ശറയിൽ ഒരുമിച്ച് കൂടുവെന്ന് മഹാനായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് അനസ് തങ്ങൾ ചൊല്ലുട, നക്ക് പേടിയില്ല, നക്ക് ഈ ഹദീസ് ഭയങ്കര ഇഷ്ടം. എന്തേ? നക്ക് പേടിക്കൊകില്ല, ടെൻഷനാക്കൊകില്ല. കാരണം ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലാ, ഈ ലോകത്തിൽ വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പിരിസവെക്കണത്, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പിരിസവെക്കണത് അള്ളാന്റെ റസൂലിനെയാണ്. സുമ്മ അബൂബക്കറിൻ, സുമ്മ ഉമറ, സുമ്മ ഉസ്മാൻ, സുമ്മ അലി റളിയല്ലാഹു അൻഹു. ഞാൻ ഏറ്റവും കൂടുതൽ പിരിസവെക്കണത് മുത്തുനബിരെ, പിന്നെ ഞാൻ സിദ്ദീഖുൽ അക്ബർ, പിന്നെ ഞാൻ ഉമർ തങ്ങളെ, പിന്നെ ഞാൻ ഉസ്മാൻ തങ്ങളെ, പിന്നെ ഞാൻ അലി തങ്ങളെയാണ് പിരിസവെക്കണേ. അതുകൊണ്ട് നക്ക് പേടിക്കുകയില്ല. എന്തേ? നാളെ മഹ്ശറയിൽ പോയെങ്കും നക്കാരൊട്ടിക നിക്കല്ലേ, മുത്തുനബിരൊട്ടിക നീ കൂടെ നിക്കല്ലേ. കാരണം മുത്തുനബിയാണ് ചൊന്നത്, കളവ് ചൊല്ലാത്ത സ്വാദിഖുൽ മസ്തൂഖായ മുഹമ്മദ് മുസ്തഫ. മുത്തുനബി ചെന്ന പലക്ക് ഒരിക്കലും പൊട്ടായി പോവൂല, ഒരിക്കലും അത് കളവായി പോവൂല. അതാണ് മുഅ്മിന്. ലാ യുഅ്മിനു അഹദുകും ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇപ്പന്നെ നിങ്ങ ആച്ചനാക്കണോ, നെഞ്ഞ് കൈവച്ചിട്ട് ആച്ചനാക്കണോ. നീ ആരുടെ പിരിസ വെച്ചോണ്ടുള്ളേ? ഒന്നാമത്തെ പിരിസ നീ ആർക്ക് കൊടുത്തോണ്ടുള്ളേ? അള്ളാന്റെ റസൂല് ചൊല്ലുടു, ലാ യുഅ്മിനു അഹദുകും. നിങ്ങളെ പിരിസ കറക്റ്റ് ആവണെങ്കിൽ നിങ്ങ മുഅ്മിനാവണോ. നിങ്ങ മുഅ്മിനാവണുണ്ടായെങ്കിൽ നിങ്ങ പിരിസ വെക്കണോ ആരുടെ കാട്ടിയെല്ലാം? നിങ്ങളെ സ്വന്തം ശരീരം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പരിശുദ്ധ ഖുർആനാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തെക്കാൾ അവനക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് ഹബീബായ മുത്തുനബിയാണ്. അതുകൊണ്ട് നിന്റെ ശരീരത്തെ കാട്ടി, നിന്റെ ഉമ്മാപ്പടെ കാട്ടി, നിന്റെ മക്കളെ കാട്ടി, ലോകത്തിലുള്ള എല്ലാ ആൾമാരെ കാട്ടി മുത്തുനബിയെ നാണ് പിരിസവെക്കടെ കൊടുത്തോലോ നാണ് മുഅ്മിനല്ല, നാണ് മുഅ്മിനാവാ കാലത്തോളം നാണ് മുഹിബ്ബു റസൂലില്ല. മുത്തുനബിയുടെ ഒരു ആശിക്ക്, മുത്തുനബിയുടെ ഒരു സ്നേഹിയാവൂല എന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ദീർഘിപ്പിച്ചോണ്ടില്ല, നിപ്പാട്ടെ. മുത്തുനബിയുടെ മദ് ചെന്നെങ്കിൽ ഇനി ഈയുള്ള നാല് ചെന്നെങ്കും തീരൂല. അതാണ് മദ്ഹുൻ നബി. ഇമാം ബൂസൂരിയുടെ പാട്ട് കൊണ്ടാണ് ഇവിടെ തുടങ്ങിയതല്ലേ. പണ്ട് കാലത്ത് ആ ഒരു സ്മരണബന്ധം എല്ലാ സ്ഥലത്തും ഇപ്പം ഇല്ല. വാഴ തുടങ്ങുമ്പോഴത്തേക്ക് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
ഇടീ ആ ബൈത്ത് മുത്തുനബിയുടെ ഗുണഗാനാണ്, മുത്തുനബിയുടെ ഇഷ്കാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടിയിട്ടോർത്ത ദച്ചുണ്ടായെങ്കിൽ അവനക്ക് ഒരിക്കലും തപ്പാക്കുക സാധ്യമില്ല, അവനക്ക് ഒരിക്കലും കള്ളു പിടിക്കുക സാധ്യമില്ല, അവനക്ക് നബിതങ്ങളല്ലാണ്ട് പിരിസവിക്കുക വേറെ സാധ്യമില്ല. അതാണ് ഞങ്ങളെ മക്ക മദ്രസ മാഷാ അല്ലാ, നല്ല ഇശലോടെ നല്ല ഈനത്തോടെ നല്ല മഹ്റജൊത്തിട്ട് പാടിയാർ അള്ളാഹു നല്ല ഉയർച്ച നൽകുമാറാവട്ടെ. അതുകൊണ്ട് ആ ബൈത്ത് കേൾക്കുമ്പോൾ തന്നെ പണ്ടത്തെ ആ ഒരു സ്മരണ നടപ്പ് പന്ത്, അത് ഈ ഒരു സമ്പ്രദായം ഈ റായത്തിൽ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. അപ്പോൾ എല്ലാത്തുക്കും പരിഹാരം മഹബ്ബത്ത് റസൂലാണ്, മദ്ഹുർ റസൂലാണ്, സ്വലാത്താണ്. ഇതില്ലാണ്ട് നമുക്ക് ഒരു ജാഗയിലും വിജയിക്കുക സാധ്യമില്ല. നീ ഏത് ഇസ്മറുണ്ടിട്ട ഏത് മന്ത്രവാദിട്ട ആരട്ട വേണമെങ്കിൽ പോ, അയക്ക് മുന്നോട്ട് സ്വലാത്ത് ചൊല്ലും, ഔത്തുൽ എല്ലാം സരി. നിൻ്റെ ഔത്തുള്ള എല്ലാ പിറാന്തും മുട്ടും. നിസ്കരിക്കാണ്ട് സ്വലാത്ത് ചൊല്ലാണ്ട് ഔത്തുള്ള ദരിദ്ര ദരിദ്ര ചെന്നെങ്കിൽ അവിടെ നീനല്ലേ വലിയ ദരിദ്ര, നിന്നെ വലിയ ദരിദ്ര പിന്നെ വേറെന്തുണ്ട് ഔത്തുള്ളുക. സ്വലാത്ത് ചൊല്ലു, എല്ലാ ദരിദ്രം പോണ്ട് അല്ലേ. തൊട്ടേക്ക് കുടിച്ചേക്ക് കണ്ണ് പൂന്തു കാല് പൂന്തുണ്ട്, എന്തിന് കണ്ണ് പൂണ്ടേ അതെല്ലാം പൂലാണ്ടിക്കൊണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലു, ധാരാളം സ്വലാത്ത് ചൊല്ല്. എല്ലാ ശൈത്വാനില്ലേ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുടെ, ബക്കറ ഓതരെ ഔത്തുലു. ഒരിക്കലും ഇബ്ലീസിന് ഉപദ്രവം ഉണ്ടാവില്ലാണ്ട്. ഇപ്പം നാണേ ഇബ്ലീസ് അല്ലേ, പിന്നെ ഇബ്ലീസ് എന്തിനാ റോള്? പിന്നെ വെറുതെ മന്ത്രവാദികളിട്ട് പോയിട്ട് എൻ്റെ ഔത്തിൽ അഞ്ഞ ചരിഞ്ഞുകൊണ്ട് ഇത് ബായിലെടുക്കണം, ദാറന്ത് എടുക്കണം, അടുപ്പ് അടിക്കണം, തണ്ടാസു, എന്തെല്ലാം പിരാന്ത് മനുഷ്യന്മാർക്ക്. ഈ മന്ത്രവാദിറ്റ പോയിട്ട് ഓൻ്റെ പിരാന്തിൽ ലാക്ക് തീനമേ അല്ലാണ്ട് ഓൻ്റെ പിരാന്ത് വിട്ടു. ഓൻ നിസ്കരിച്ചിട്ടില്ല, ഓൻ സ്വലാത്ത് ചെന്നിട്ടില്ല, പിന്നെ അങ്ങനെ ഓൻ്റെ പിരാന്ത് വിട്ടു. മന്ത്രവാദിറ്റ പോകണുണ്ടല്ലോ അവിടെ മന്ത്രവാദിമാർ ആരുള്ളാറാ അല്ലേ? അത് വേറെ ആത്മീയമായൊരു ചികിത്സയാണ്. അത് ആവുക തീറ, അതല്ല മാനദണ്ഡം. അതിരൊട്ടിക്ക് എനിക്ക് ഫസ്റ്റ് പേനായ മന്ത്രം സ്വലാത്താണ്. സുബൈക്കഴിച്ചൊന്ന് നിസ്കരിയുള്ള മാഷാ അല്ലാ. ഞങ്ങളെ താലിപടപ്പുടെ SKSFയുടെ ഒരു പ്രവർത്തകനാണ് ആഷിഖ്, അവൻ്റെ രക്ഷയിലാണ് പലരും. അങ്ങനെ നല്ലൊരു ഉടക്ക ഒരു അതൊരു പിന്നെ അതൊരു ഇൻട്രസ്റ്റ് പോലെ ആവട്ടെ ചെന്നിട്ടാണ് ആ ചെന്നിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് 44 SKSFൻ്റെ മെമ്പർമാരെ സുബൈ നിസ്കാരത്തേക്ക് വിളിക്കുന്ന ഒരു പരിപാടി, ഒരു ക്യാമ്പയിൻ പോലെ. ഒരു കൊരിയാൽമാരേക്ക് സെലക്ട് ആയിട്ട് 100 ചില്ലറ മെമ്പർ. ഇപ്പോൾ ഇവിടെ എത്ര SKSF മെമ്പർ എത്ര? 100-200 ഉണ്ടാവില്ലേ? ഭയങ്കര ഇൻട്രസ്റ്റാണ് മെമ്പർ കൂട്ടം. സുബൈ നിസ്കാരത്ത് പറഞ്ഞു മെമ്പർഷിപ്പ് എടുത്തിട്ട് കാര്യമില്ല. അത് ആ ചീട്ടിലായാൽ മയ്യാവല, ഊടൊരു ചീട്ടുണ്ട് അതിൽ പറഞ്ഞത്. അങ്ങനത്തെ ഒരു നല്ലൊരു തീരുമാനമാണ്. 44 ക്യാമ്പ് കറക്റ്റായിട്ട് നിസ്കാരത്തേക്ക് അങ്ങനെ ഫോണാക്കിയിട്ട് ബിലിക്കൊക്കെ ഒരാൾ മറസട്ട് 44 ആയാൽ പിന്നെ അത് കണ്ടിന്യൂ ആവും. അങ്ങനെ കുറേ നല്ല നല്ല സ്വറലണങ്ങ് ആക്കുക സുറവാക്കണം. സുബൈക്ക് എണിച്ച ഉടനെ ദിക്റ്, ജണ്ടറക്കാലത്തെ ഹജ്ജുദ്, സുബഹ് നിസ്കാരത്തെ കാത്തിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്റ് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മ? എവിടെയെങ്കിലും ഇങ്ങനെ കേട്ടതായിട്ട് മക്ക ചൊല്ലു അറിയപ്പം ഞങ്ങൾ മദ്രസത്ത് ഉസ്താദിനെ പേടിച്ചിട്ട് വന്നിട്ട് ചൊല്ലാക്കും മോന്തി കേട്ട് ബയസ് ചൊല്ലുവാർ പാലക്കാട് ഞങ്ങൾ മുന്നിൽ ചൊന്നാണ്. അത് മദ്രസത്തെ മക്ക ചൊല്ലക്കുള്ളതല്ല മനുഷ്യ, ഞങ്ങൾക്ക് ചൊല്ലതില്ല. മരിക്കോലും ചൊല്ലക്കുള്ളത് 2 നേരം. എപ്പല്ല? ഒന്ന് മഗ്രിബിൻ്റെ മുമ്പ്, പിന്നെ സുബൈ നിസ്കാരത്തെ കാത്തു വെച്ചിട്ട്, സുബഹ് നിസ്കാരത്തെ മുന്നത്തെ സുന്നത്ത് നിസ്കരിച്ചിട്ട് സുബഹ് നിസ്കാരം അവിടെ എടുത്തോലും കുറഞ്ഞത് ഒരു 100 വട്ട ഈ തസ്ബീഹ്. കാരണം എന്തേ? അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പലക്കാണ് അതുള്ളത്, കലിമത്താനി ഖഫീഫത്താനി. പിന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ചൊല്ലുക സുലാബുള്ള 2 പലക്ക ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി. അതെല്ലാം പറഞ്ഞു ഞങ്ങളെ ജീവിതത്തിൻ്റെ ആ ഒരു ഡയറിയിൽ, ആ ഒരു പ്രവർത്തന രീതിയിൽ പറഞ്ഞു. അങ്ങനെ പറമ്പാണ് ഞങ്ങളെ ഒത്തുള്ള റാഹത്ത്, ഞങ്ങളെ ഒത്തുള്ള സന്തോഷം, ഞങ്ങളെ ഒത്തുള്ള സമാധാനം, കുടുംബത്തെ പ്രോബ്ലം, ബാക്കിയുള്ള പ്രോബ്ലം എല്ലാം തീരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.